ഗുഡ് മോർണിംഗ്. ഇന്ന് ഇന്ത്യൻ ജോഗ്രഫിയാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഓക്കെ, ബേസിക്കലി ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത് സിവിൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ആസ് യു നോ, ജോഗ്രഫിയിൽ നിന്ന് ഇപ്പോൾ പ്രിലിംസിനാണെങ്കിൽ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, 20 ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത്. കാരണം സിവിൽ സർവീസ് പരീക്ഷയിൽ കൂടി ഇന്ത്യൻ മഹാരാജ്യമാണല്ലോ നമ്മൾ ഭരിക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഭരിക്കാനുള്ളവരെയാണ് കണ്ടെത്തുന്നത്. സോ ഇന്ത്യയുടെ ജോഗ്രഫി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ്. ഓക്കെ, സോ ബേസിക്കലി നമ്മളൊരു കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവേണ്ട ഓർഡർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ ഫിസിക്കൽ ജോഗ്രഫി എടുക്കും. ഫിസിക്കൽ ജോഗ്രഫി എടുത്തിട്ടാണ് ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് പോവുക. ഓക്കെ, ബട്ട് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മളിതൊരു ഡെമോ ക്ലാസ് എന്നതിനേക്കാൾ ഉപരി പ്രിലിംസ് ഈസ് അറൗണ്ട് ദ കോർണർ. ഓക്കെ, ഇപ്പോൾ പ്രിലിംസിന് ഈ ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നതിൽ ആരെങ്കിലുമൊക്കെ ഒരു പ്രിലിംസ് പരീക്ഷ ഇപ്രാവശ്യം എഴുതുന്നവരും ഉണ്ടെങ്കിൽ, ആ പ്രിലിംസ് പരീക്ഷയ്ക്കും കൂടി ഒരു യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രിലിംസിന് മാക്സിമം മാർക്സ് എങ്ങനെ ഫെച്ച് ചെയ്യാം എന്ന ഒരു ഐഡിയയും കൂടി തരുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ത്യൻ ജോഗ്രഫിൻ്റെ ഒരു ക്ലാസ് എടുക്കാമെന്ന് എന്ത് ചെയ്തത് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇന്ത്യൻ ജോഗ്രഫിയെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് ഇന്ത്യയെക്കുറിച്ച് അറിയണം. ഓക്കെ, മമ്മൂട്ടി പറഞ്ഞ പോലെ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം, റൈറ്റ്? പക്ഷേ പൊളിറ്റിക്കലി അല്ല, നമുക്ക് പൊളിറ്റിക്കൽ ഇന്ത്യ നമുക്കിവിടെ അത്ര ആവശ്യമില്ല, നമുക്ക് ഫിസിക്കൽ ഇന്ത്യയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ഇന്ത്യൻ ജോഗ്രഫി? ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ എന്തൊക്കെ പഠിക്കണം, എന്താണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്? ഇന്ത്യൻ ജോഗ്രഫി എന്തൊക്കെ പഠിക്കാമെന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ പറ്റിയുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും, ഇന്ത്യയുടെ ഫിസിയോഗ്രഫി, ഇന്ത്യയുടെ ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കൂടി പോകുന്ന നദികൾ, ഇന്ത്യയുടെ ക്ലൈമറ്റ്, ഇന്ത്യയുടെ മണ്ണ്, ഇന്ത്യയുടെ നാച്ചുറൽ വെജിറ്റേഷൻ, ഇന്ത്യയുടെ പോപ്പുലേഷൻ, ഇന്ത്യയുടെ ട്രാൻസ്പോർട്ടേഷൻ സെറ്റിൽമെൻറ്റ്സ്, പോപ്പുലേഷൻ സ്റ്റഡീസ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രീസ് ആൻഡ് ജിയോളജിക്കൽ സ്ട്രക്ചർ, ഇത്രയും കാര്യം വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതാണ് ഇന്ത്യൻ ജോഗ്രഫിയുടെ അടിയിൽ വരുന്നത്. ഓക്കെ, ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്ന് ചോദിച്ചാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ഫിസിയോളജിക്കൽ സ്ട്രക്ചറാണ്. ഓക്കെ, എന്താണ് ഇന്ത്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നൊക്കെ നമ്മൾ പറയാറ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് വിളിക്കുന്നത്, എന്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ദെൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ് ഡ്രെയിനേജ്, നദികൾ, നാഷണൽ പാർക്സ്, ഓക്കെ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ദെൻ സ്പീഷീസ് എന്ന എൻവയോൺമെൻറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ സ്പീഷീസ് റിലേറ്റഡ് ഏത് സ്ഥലത്ത് ഏത് ജീവികളെ കാണാം എന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ പ്ലേസസ് ഇൻ ന്യൂസ്, പ്ലേസസിലുള്ള പ്രധാനപ്പെട്ട ന്യൂസുകളും ആൻഡ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഒരു പൊളിറ്റിക്കൽ മാപ്പ് ഇടാൻ കാരണം. മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളുടെ ക്യാപിറ്റലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും, ഫേമസ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഇന്ത്യൻ ജോഗ്രഫിയെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എസ്പെഷ്യലി ഞാനിത് പറയുന്നത് പ്രിലിംസ് വരുന്നത് 24 പ്രിലിംസ് വരെയാണ്. ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി എക്സാംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, സിവിൽ സർവീസ് എക്സാമിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് പ്രിലിംസ് ആണ്. ഓക്കെ, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് നമ്പേഴ്സ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുകയും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഔട്ടാവുകയും ചെയ്യുന്ന ഘട്ടമാണ് പ്രിലിംസ് എന്ന് പറയുന്നത്. ആ പ്രിലിംസിലെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത്, മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിനേക്കാൾ കൂടുതൽ. ഓക്കെ, സോ ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അതിൻ്റെ തലസ്ഥാനവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പറയാൻ കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കോഹിമയിൽ നിന്ന് കോട്ടയത്തേക്ക് ഒരാൾക്ക് വരണമെങ്കിൽ മിനിമം ഏറ്റവും കുറഞ്ഞത് എത്ര സ്റ്റേറ്റ്സ് കവർ ചെയ്യണം എന്ന് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ വെസ്റ്റേൺ ഗട്ട്സ് എത്ര സ്റ്റേറ്റ്സിലുണ്ട്, ഇങ്ങനെയൊക്കെയാണ് പ്രിലിംസിന് എന്ത് ചെയ്യുന്നത് UPSC ജോഗ്രഫിയിൽ നിന്ന്, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ ജോഗ്രഫി കുറച്ചും കൂടി ഒരു മാപ്പ് ബേസ്ഡ് ആയിട്ടും ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കാനും ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളെ പറ്റിയിട്ടും ആ സ്റ്റേറ്റിൽ കൂടി എന്തൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടെന്നുള്ള പറ്റിയിട്ട് നമുക്കൊരു ധാരണ വേണം. ഏറ്റവും നല്ലത് നമുക്ക് പഠിക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പ് വാങ്ങി അതിൽ നമ്മൾ തന്നെ എല്ലാ സ്റ്റേറ്റിൻ്റെയും ബൗണ്ടറി വരച്ച് ആ സ്റ്റേറ്റിൽ കൂടി പോകുന്ന മൗണ്ടൻസും റിവേഴ്സും ഒക്കെ വരയ്ക്കാൻ പറ്റിയാൽ, അങ്ങനെ പഠിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുക. ഓക്കെ, കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ ജോഗ്രഫി കവർ ചെയ്യാൻ പറ്റും. എനിവേ, ഇന്ത്യൻ ജോഗ്രഫിയുടെ ആദ്യത്തെ ക്ലാസ് നമ്മൾ നൽകി നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യയെ പറ്റി ഡീറ്റെയിൽഡായിട്ട് നദികളിലേക്കും ഈ നാഷണൽ പാർക്കിലേക്കും മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ആദ്യം എടുക്കേണ്ടത് അതിൻ്റെ ജിയോളജിക്കൽ സ്ട്രക്ചറാണ്. വാട്ട് ഈസ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, എന്തുകൊണ്ട് അതിനെ സബ് കോണ്ടിനെൻറ്റ് എന്ന് വിളിക്കുന്നു, എന്താണ് അതിൻ്റെ പ്രത്യേകത, മറ്റ് സ്ഥലങ്ങളിൽ, ഏഷ്യയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തനാകുന്നു, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അതിന് ആദ്യം മമ്മൂട്ടി പറഞ്ഞ പോലെ നമ്മൾ
ഇന്ത്യ എന്താണെന്ന് അറിയണം. ഇന്ത്യ എന്താണെന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യ ആരാണ് എന്ന് അറിയുക എന്ന് പറയുന്നതായിരിക്കും ശരി. ബിക്കോസ് പോയറ്റിക്കായിട്ട് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ബോർഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് പാൻജിയ എന്നൊരു വാക്ക് കാണാം. ഓക്കെ, സോ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അതിന് മുമ്പ് ഒന്ന് വേൾഡിലേക്ക് തിരിച്ചു പോവുകയാണ്. ബിക്കോസ് ഇന്ത്യ ഇസ് എ പാർട്ട് ഓഫ് ദ വേൾഡ് ആൻഡ് വൺസ് ദിസ് ഈസ് ഹൗ ദ വേൾഡ് ലുക്ക്ഡ്. അന്ന് 7 കോണ്ടിനെന്റുകൾ ഉണ്ടായിരുന്നില്ല, ഒരേ ഒരു കോണ്ടിനെന്റ്, എ സൂപ്പർ കോണ്ടിനെന്റ് വിച്ച് ഇസ് കോൾഡ് പാൻജിയ. അന്ന് 5 മഹാസമുദ്രങ്ങളില്ല, ഈ കാണുന്ന അത്രയും കടലുകളൊന്നുമില്ല. ദർ ഇസ് ഓൺലി വൺ സിംഗിൾ ഓഷ്യൻ, എ സൂപ്പർ ഓഷ്യൻ കോൾഡ് പന്തലാസ. പണ്ട് ഒരേ ഒരു ഭൂഖണ്ഡമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വലിയ ഓഷ്യനും നടുക്ക് വലിയൊരു ഭൂഖണ്ഡവും. ഇങ്ങനെയായിരുന്നു ഭൂമിയുടെ സ്ട്രക്ചർ അറ്റ് എ സർട്ടൻ പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, ദെൻ കെയിം കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. പന്തലാസ ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ് കാരണം ബ്രേക്കായി. ഓക്കെ, ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആരെ കാണാം? വി ക്യാൻ സീ ഹിയർ ഇന്ത്യ. സി, ഇന്ത്യ എന്ന് പറയുന്ന ആള് ഇന്നൊന്നുള്ള സ്ഥലത്തൊന്നുമല്ല ഉള്ളത്. ഇതിൽ എവിടെയാണ് ഏഷ്യ? ഏഷ്യ എവിടെയോ അപ്പുറത്ത് എവിടെയാണ് കിടക്കുന്നത്, യുറേഷ്യ മേലെ കിടക്കുന്നത്. ആഫ്രിക്കയോട് ചേർന്ന് മഡഗാസ്കർ, ഇവിടെ മഡഗാസ്കറുടെയും ഓസ്ട്രേലിയയുടെയും അന്റാർട്ടിക്കയുടെയും കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അന്റാർട്ടിക്കയുടെ പാർട്ടായിരുന്നു, ആഫ്രിക്കയുടെയും അന്റാർട്ടിക്കയുടെയും പാർട്ടായിരുന്നു ഇന്ത്യ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വേണമെന്നെങ്കിലല്ല, ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ഓക്കെ, ഇന്ത്യ വാസ് ഹിയർ. ലേറ്റർ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന്റെ ആദ്യ ഘട്ടം വരുന്നു, പാൻജിയ ബ്രേക്ക് ആവും. ഓക്കെ, പാൻജിയ എങ്ങനെയാണ് ബ്രേക്ക് ആയെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പാൻജിയ 2ആയിട്ടാണ് ബ്രേക്ക് ആയത്. ഓക്കെ, ദിസ് വാസ് പാൻജിയ. സോ ഈ കാണുന്ന ഇത്രയും ഡിവിഷൻസ് വരുന്നതിന് മുമ്പ് ഫസ്റ്റ് 2ആയിട്ട് പാൻജിയ ബ്രേക്ക് ആയി. ഒരു കഷ്ണം മേലേക്ക് പോയി, നോർത്തിലേക്ക് പോയി, ഒരു കഷ്ണം താഴേക്ക് പോയി. സോ ഭൂമി നമുക്കറിയാലോ ഗോളാകാരമാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ ബോൾ ഓർ എ സ്പിയർ. ആ ബോളിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൂടി ഒരു വര വരച്ച് കഴിഞ്ഞാൽ അത് ഈക്വൽ പാർട്സ് ആകുമ്പോൾ ഇത് മേൽവശം ഈക്വൽ ആയിട്ട് 2 പീസാക്കാന്ന് വിചാരിച്ചു. ഒരു ബോളിനെ 2 ഈക്വൽ കഷ്ണാക്കുക. അപ്പോൾ മേലത്തെ സൈഡ് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും, താഴത്തെ സൈഡ് നമ്മൾ സദേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും. ഇതിനെ ഈക്വൽ ആക്കുന്ന ആ വരയുണ്ടല്ലോ, ഒത്ത നറുകൂടി പോകുന്ന വര, അതിനെ നമ്മൾ ഇക്വേറ്റർ എന്ന് വിളിക്കും. ഓക്കെ, സോ പാൻജിയ ബ്രേക്ക് ആയതിനു ശേഷം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പാൻജിയയുടെ മെയിൻ ഒരു കഷ്ണം അത് മേലേക്ക് പോയി, സ്റ്റാർട്ട് ഡ്രിഫ്റ്റിംഗ്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്, മേലേക്ക് പോയി. ആ മേലേക്ക് പോയ ആളുടെ പേരാണ് ലൗറേഷ്യ. ഓക്കെ, രണ്ടാമത്തെ ഭാഗം താഴേക്കും പോയി, സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോയി. സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോയ ആളുടെ പേരാണ് ഗോണ്ട്വാന. ഈ മേലേക്ക് പോയ ആൾക്കാരിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ, മേലേക്ക് പോയ ആൾക്കാരിൽ ബേസിക്കലി ഉള്ളത് ഏഷ്യയും യൂറോപ്പുമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഷ്യ, യൂറോപ്പ് തുടങ്ങിയ ആൾക്കാരും പ്ലസ് ഇവിടെ ആരുണ്ട്? നോർത്ത് അമേരിക്കയുണ്ട്. ഈ ആൾക്കാരെ ഇന്ന് കാണുന്ന നോർത്ത് അമേരിക്കയും ഏഷ്യയും യൂറോപ്പും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നതിനെയാണ് ലൗറേഷ്യ എന്ന് വിളിക്കുന്നത്. താഴേക്ക് പോയാൽ ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ ആൻഡ് എസ്പെഷ്യലി ഇന്ത്യ അടക്കമുള്ള ആൾക്കാർ ഉൾപ്പെടുന്നതാണ് ഗോണ്ട്വാന ലാൻഡ്. ഓക്കെ, സോ ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യ എന്നുള്ളതാണ് നമ്മൾ പറയാൻ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇന്ത്യ എവിടെയാണെന്ന് നിങ്ങൾ നോക്കിയാൽ, ഇന്നത്തെ ഒരു വേൾഡ് മാപ്പ് എടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓബിയസ്ലി വേൾഡ് മാപ്പ് ഇന്നൊരു വേൾഡ് മാപ്പ് നിങ്ങൾ എടുത്ത് നോക്കുക, ഏഷ്യയിലാണ് ഇന്ത്യ ഉള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇന്ത്യ ഇസ് ഇൻ ദാറ്റ് നോർത്തേൺ ഹെമിസ്ഫിയർ. ഇന്ത്യയിൽ കൂടി പോകുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഒക്കെ എവിടെയാണ് വരുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. നോർത്തിലെ അത്യാവശ്യം മേലെയാണ് ഇന്ത്യ ഉള്ളത്. പക്ഷേ ഒരു കാലത്ത് ഇന്ത്യ എവിടെയാണ് ഉണ്ടായിരുന്നത്? ഇറ്റ് വാസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. കറക്റ്റായിട്ട് പറഞ്ഞാൽ ആഫ്രിക്കയുടെ ഇന്ന് മഡഗാസ്കർ ഉണ്ടല്ലോ, മഡഗാസ്കറിൻ്റെ ചേർന്ന് ഓസ്ട്രേലിയയുടെയും അന്റാർട്ടിക്കയുടെയും കൂടെ സദേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ഈ പാൻജിയ 2ആയിട്ട് സ്പ്ലിറ്റായിട്ട് മേലേക്ക് താഴേക്ക് പോയപ്പോഴും താഴേക്ക് സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോയ ആളാണ് ഇന്ത്യ. ഇന്ത്യ അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ഉണ്ടാവേണ്ടത് നോർത്തിലല്ല, നമ്മൾ സദേൺ ഹെമിസ്ഫിയറിലാണ് ഉണ്ടാവേണ്ടത്. ബട്ട് ഗോണ്ട്വാന പിന്നെയും ബ്രേക്കായി. ഓക്കെ, ലൗറേഷ്യയും ബ്രേക്കായി. യൂറോപ്പ്, ഏഷ്യ എന്ന് പറയുന്ന കഷ്ണം വലത്തേക്കും നോർത്ത് അമേരിക്കൻ കഷ്ണം ഇടത്തേക്കും പോയി. ഗോണ്ട്വാന കൂടുതലധികം പേർക്കായി. ഗോണ്ട്വാന ഒരു കഷ്ണം സൗത്ത് അമേരിക്കയായി, ഒന്ന് ആഫ്രിക്കയായി, ഒന്ന് അന്റാർട്ടിക്കയായി, ചെറിയൊരു കഷ്ണം ഓസ്ട്രേലിയയായി. ദെൻ ദർ വാസ് എ സ്പെഷ്യൽ പീസ്, ദർ ഇസ് ഇന്ത്യ. ഇന്ത്യ എന്ന പേരിൽ
ഒരു സ്പെഷ്യൽ പീസിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇന്ത്യക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓക്കെ, ഇവരൊക്കെ ബ്രേക്ക് ആയെങ്കിലും ഈ ആഫ്രിക്കയും ഈവൻ സൗത്ത് അമേരിക്കയും എസ്പെഷ്യലി സൗത്ത് അമേരിക്കയും അന്റാർട്ടിക്കയും ഒക്കെ ഹെമിസ്ഫിയർ വിട്ടിട്ടില്ല. ആഫ്രിക്ക ആദ്യമേ കുറച്ച് സെൻട്രൽ ഇക്വേറ്ററിൻ്റെ ഭാഗത്തേക്ക് കൂടി കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ആഫ്രിക്ക ഇപ്പോഴും ഇക്വേറ്ററിൻ്റെയും 2 ഹെമിസ്ഫിയറിലും കൂടിയായിട്ടാണ് ആഫ്രിക്ക ഉള്ളത്. അപ്പോൾ ബാക്കി പക്ഷേ എക്സ്ട്രീം എൻഡിലേക്കുള്ള ആൾക്കാരെ നോക്കിയാൽ അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക അവരൊക്കെ പരസ്പരം ഒന്ന് അകന്നു പോയെങ്കിലും ആരും ഹെമിസ്ഫിയർ വിട്ടിട്ടില്ല. അവരിപ്പോഴും സദേൺ ഹെമിസ്ഫിയറിലാണ്. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ അന്നേ ഒരു ട്രാവലറാണ്. ഓക്കെ, ഇപ്പം ഇന്ത്യക്കാർക്കുള്ള പൊതു സ്വഭാവം എന്ന് പറയുന്നത് അവർ തീർത്ഥാടകരാണ്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറയുമല്ലോ. അത് ഈ മണ്ണിനുള്ള പ്രത്യേകതയാണ്. ഇന്ത്യയുടെ പ്രത്യേകതയും ഇന്ത്യ വാസ് എ ട്രാവലർ. പുള്ളിക്ക് അവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടായില്ല. പുള്ളി പറഞ്ഞു, ഞാൻ പോവാണ്, അങ്ങോട്ട് പോവാണ്, ഐ ആം ഗോയിങ് ടു ദ നോർത്തേൺ ഹെമിസ്ഫിയർ. സൗത്തിൽ എനിക്ക് നിന്ന് മടുത്തു, ഞാൻ എന്ത് ചെയ്യട്ടെ, ഇക്വേറ്റർ ക്രോസ് ചെയ്ത് നോർത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞു ഇന്ത്യ. അങ്ങനെ ഇന്ത്യ ഈ ഗോണ്ട്വാനയിൽ നിന്ന് വിട്ടിട്ട് ഈ എക്സ്ട്രീം സൗത്തിൽ നിന്ന് മെല്ലെ 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 മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തുകൊണ്ട് മൂവ് ചെയ്തു. ഓക്കെ, ഹി വാസ് മൂവിങ് ആൻഡ് ഫൈൻ മോർണിംഗ് പുള്ളി എന്ത് ചെയ്തു, ഇക്വേറ്ററും ക്രോസ് ചെയ്തു, നോർത്തേൺ ഹെമിസ്ഫിയറിലെത്തി. നോർത്തേൺ ഹെമിസ്ഫിയറിലെത്തിയിട്ട് അവിടെ നിർത്തിയോ? ഇല്ല, ഹി സ്റ്റിൽ മൂവിങ്. ഓക്കെ, ഒരു വർഷത്തിൽ ഏകദേശം 16 സെൻറ്റിമീറ്റർ നീങ്ങിയ വർഷങ്ങളുണ്ട്, 5 സെൻറ്റിമീറ്റർ മൂവ് ചെയ്ത വർഷങ്ങളുണ്ട്. സോ ആവറേജ് ഒരു ഇന്ത്യയുടെ സ്പീഡ് എന്ന് പറയുന്നത് 5 to 16 സെൻറ്റിമീറ്റർ ആണ് പെർ ഇയർ. ഓക്കെ, അങ്ങനെ പുള്ളി നീങ്ങി 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 ഒരു സുപ്രഭാതത്തിൽ പുള്ളി എവിടെ എത്തിയെന്ന് വെച്ചാൽ യുറേഷ്യൻ പ്ലേറ്റിലേക്ക് ഇടിച്ചങ്ങ് കയറി. ഓക്കെ, അപ്പോൾ ഇടിച്ചങ്ങ് കയറാന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു കൂട്ടിയിടി തന്നെയാണ്. ഓക്കെ, 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യും, ഇമാജിൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും യുറേഷ്യൻ പ്ലേറ്റ് ഭയങ്കര വലിയൊരു പ്ലേറ്റാണ്. ഓക്കെ, സോ അതങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത് ഒരു കാറ് നല്ല ശക്തമായിട്ട് കുഴിച്ചിട്ടൊരു തൂണിൽ, ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിലോ അല്ലെങ്കിൽ അത് സ്ട്രോങ് ആയിട്ടുള്ള പോസ്റ്റാണ്, പെട്ടെന്ന് പറഞ്ഞു പോകുന്ന പോസ്റ്റൊന്നുമല്ല, ഒരു സ്ട്രോങ് പോസ്റ്റിലേക്ക് ഒരു കാറ് പോയി അങ്ങ് ഇടിച്ച് കയറുക എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കാറ് പോയി ഇടിച്ച് കയറുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഫോർ എക്സാമ്പിൾ, ഇതാണ് ഇലക്ട്രിക് പോസ്റ്റ് എങ്കിൽ ഒരു കാറ് വന്ന് ഇടിക്കുന്നു. പോസ്റ്റ് ഭയങ്കര സ്ട്രോങ്ങാണ്, അനങ്ങാൻ പോകുന്നില്ല, കാറാണ് മൂവ് ചെയ്യുന്ന ആൾ. സോ ഇടിക്കുന്ന സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി അറിയാം, ഇടിക്കുന്ന ഭാഗം ചളുക്കി മുന്നോട്ടാവും, ബാക്ക് സൈഡ് എന്ത് ചെയ്യും, പൊന്തും. ഇല്ലേ? ഒരു കാറ് വന്ന് ഇടിച്ചാൽ അല്ല സംഭവിക്കുക, ഇടിക്കുന്ന ഭാഗം ചളുങ്ങി താഴേക്കും പോവും, ബാക്ക് സൈഡ് എന്ത് ചെയ്യും, ഇടിച്ചതിന് ശേഷം ബാക്ക് സൈഡ് ഇങ്ങനെ പൊന്തും. അതൊരു ഫിസിക്കൽ ലോ ആണ്. സാധാരണ 2 കൊളീഷൻ ഉണ്ടായാൽ ഇതാണ് സംഭവിക്കുക. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഓക്കെ, ഇന്ത്യ എങ്ങനെ വന്നു, നേരെ വന്ന് ആരെ ഇടിച്ചു? ചെറിയ സ്പീഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെയിറ്റിങ്ങൾ ആലോചിക്കണം. ഓക്കെ, ട്രെയിനൊക്കെ ചെറിയ സ്പീഡ് വന്ന് തട്ടിയാൽ തന്നെ ആൾ തട്ടിപ്പോകുന്ന എന്തുകൊണ്ടാണ്? അത്രയും ഭാരം ഉള്ള സാധനമാണ് എന്ത് ചെയ്യുന്നത്, ചെറിയ സ്പീഡിൽ വന്ന് ഇടിക്കുന്നത്. സോ ഈ ഇടി ഇത്രയും വലിയൊരു സാധനം വന്ന് ഇടിക്കുമ്പോൾ അത് അത്യാവശ്യം ഇമ്പാക്റ്റ് ഉള്ള ഇടിയാണ്. ആ ഇടിയിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, പക്ഷേ യുറേഷ്യൻ പ്ലേറ്റ് അതിനേക്കാൾ സ്ട്രോങ് ആയതുകൊണ്ട് ഇന്ത്യ വന്ന് ഇടിച്ച ഭാഗം ചളുങ്ങുകയും ഇന്ത്യയുടെ ബാക്ക് ഭാഗം അങ്ങോട്ട് പൊന്തുകയും ചെയ്യും. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ആൻഡ് ആരാണ് വന്നിടിച്ചത്? എ പീസ് ഫ്രം ഗോണ്ട്വാന ലാൻഡ്. ഗോണ്ട്വാന ലാൻഡിൻ്റെ കഷ്ണമായിരുന്ന അന്റാർട്ടിക്കയുടെയും മഡഗാസ്കറിൻ്റെയും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ട്രാവൽ ചെയ്ത് ഇപ്പുറം വന്ന് എങ്ങോട്ട് ഇടിച്ച് കയറിയത്? യുറേഷ്യൻ പ്ലേറ്റിലേക്ക്, ഇന്ന് ഏഷ്യ എന്ന് വിളിക്കുന്ന ഭാഗത്തേക്ക് ഇടിച്ച് കയറിയത്. ഓക്കെ, സോ ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് എന്ന് വിളിക്കുന്നത്. കാരണം ഏഷ്യ എന്ന കോണ്ടിനെൻറ്റിലാണ് ഇന്ത്യ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എന്തിനാണ് സബ് കോണ്ടിനെൻ്റ് എന്ന് വിളിക്കുന്നത്? അതിന് കാരണം അതാ, ഇന്ത്യ ശരിക്കും ഏഷ്യയിൽ നിന്ന്, ഏഷ്യയിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ വളരെ ഡിഫറൻറ്റാണ്. ഓക്കെ, സെൻട്രൽ ഏഷ്യയിലെ രാജ്യങ്ങളോ ചൈനയോ ഇൻഡോ ചൈനയോ ആയിട്ടൊന്നും ഇന്ത്യനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയുടെ ഭൂപ്രകൃതിയും ഇന്ത്യയിലുള്ള സാധനങ്ങളും ഒക്കെ എന്താണ്, എസ്പെഷ്യലി ദ സ്റ്റോൺസ്, ഓക്കെ, അതിൻ്റെ ജിയോളജിക്കൽ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം ഇന്ത്യ ഇവിടെയുള്ള ആളല്ല, ഏഷ്യയിലുള്ള ആളല്ല, പുള്ളി വന്ന ആളാണ്. ഓക്കെ, പുള്ളി വന്ന് ഇടിച്ചങ്ങ് കയറിയതാണ്. ഓക്കെ, ഈ ഇടിച്ചങ്ങ് കയറിയത് ഞാൻ എടുത്ത് പറയാൻ കാരണം, ഈ ഇടിച്ചപ്പുണ്ടായ ചില സംഭവങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു ഫിസിയോഗ്രഫി മനസ്സിലാവും. ഓക്കെ, സോ ഇത്ര ഊഹിച്ചാൽ മതി. ഇപ്പം ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗമാണ് ആദ്യം ഇടിക്കുന്നത്. ഓക്കെ, ദിസ് ദ ഫസ്റ്റ് പ്ലേസ് ടു ഹിറ്റ്. ഇത് വന്ന് ആദ്യം ഇടിക്കുന്നു. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ആദ്യം ഇടിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ കതവ് അടയുന്ന പോലെയാണ് ഈ ഭാഗം ആദ്യം ഇടിച്ചിട്ട് ദെൻ ഈ പാർട്ട് വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഇങ്ങോട്ടങ്ങ് ക്ലോസ് ആവുക. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് വന്ന് ഈ ഭാഗം ഇടിച്ചങ്ങ് കയറി ഇതിങ്ങനെ ക്ലോസ് ആയിട്ടങ്ങ് പൂട്ടി. ഓക്കെ,
സോ പ്ലേറ്റ് ടെക്ടോണിക്സ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും എങ്ങനെയാണ് രണ്ട് പ്ലേറ്റുകൾ കൊളൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. ബട്ട് ബേസിക്കലി സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഈ ഒരു സാധനം ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുക. വന്ന് ഇടിച്ചങ്ങ് കയറിയ സമയത്ത് മുൻഭാഗം താണും പോയി, പുറകുഭാഗം പൊന്തിയും പോയി. അതുപോലെ വേറൊരു സംഭവം ഉണ്ടായി. ഇതിങ്ങനെ സമുദ്രത്തിൽ കൂടി ഇടിച്ചിങ്ങനെ വരികയാണല്ലോ. ഇങ്ങനെ വന്ന സമയത്ത് നമ്മൾ മണ്ണ് ഇപ്പോൾ കൈകൊണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ അടുപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് മണ്ണ് പൊന്തി വരുമല്ലോ. അതുപോലെ മൂപ്പർ ഇങ്ങനെ വന്നത് ക്ലോസ് ചെയ്തപ്പോൾ ഈ ക്ലോസ് ആവുന്ന ഭാഗത്ത് ഈ കടലിൻ്റെ അടിയിലുണ്ടായിരുന്ന സെഡിമെൻസും മറ്റു സാധനങ്ങളൊക്കെ കൂടി എന്ത് ചെയ്തു, നമ്മൾ കോരിയെടുക്കുന്ന പോലെ ഇങ്ങനെ ഹീപ്പായി പൊന്തി വന്നു. അങ്ങനെ പൊന്തി വന്നുണ്ടായ ആളാണ് ഹിമാലയം. ഓക്കെ, സോ ആദ്യം ഹിമാലയം ഉണ്ടായി. ഈ മണ്ണൊക്കെ ഇങ്ങനെ വന്ന് പൊന്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഉള്ളിൽ ശക്തമായ ഇടി കിടക്കുന്നത്. ആ ഇടിയുടെ ഭാഗമായിട്ട് ഈ ഇടിച്ച ഭാഗം, ദിസ് പോർഷൻ, ഹിമാലയത്തിന് തൊട്ട് താഴെയുള്ള പോർഷൻ അങ്ങ് താണുപോയി. ഓക്കെ, ഇടിച്ച ഭാഗം എന്തായിപ്പോയി, താണുപോയി. എന്നാൽ ബാക്ക് സൈഡ് പൊന്തിയും പോയി. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇന്ത്യയിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എന്നുള്ള പ്ലേറ്റ് വന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാറ് പോസ്റ്റിൽ വന്ന് ഇടിച്ച പോലെ ഫ്രണ്ട് ഭാഗം, നോർത്തേൺ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് താണു പോവുകയും ബാക്ക് സൈഡ് പൊന്തുകയും ചെയ്തു. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ, ഏറ്റവും കൂടുതൽ എലവേഷൻ അല്ലെങ്കിൽ ഉയർച്ച എവിടെയായിട്ട് ഉണ്ടാവുക, താഴത്തെ അറ്റത്ത്. താഴെ എന്ന് പറഞ്ഞാൽ സദേൺ എൻഡ്, ഈ സദേൺ സൈഡാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക, പൊന്തിയിട്ടുണ്ടാവുക. പിന്നെ ഇടിച്ചിങ്ങ് പൊന്തിയപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ടായി. കാറ് വന്ന് ഇടിച്ച് ഇങ്ങനെ പൊന്തുന്ന പറഞ്ഞല്ലോ നമ്മൾ, നേരെ കുത്തനെ പൊന്തേണ്ട പകരം ഒരു ചരിവുണ്ട് മൂപ്പർക്ക്. ഓക്കെ, ഇങ്ങനെ ഇടിച്ചതിന് ശേഷം മൂപ്പർ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ചരിവുണ്ട് ഇന്ത്യക്ക്. ഓക്കെ, മോഹൻലാൽ നിൽക്കുന്ന പോലെ കുറച്ച് ചരിഞ്ഞിട്ടാണ് ആര് നിൽക്കുന്നത്, ഇന്ത്യ നിൽക്കുന്നത്. എങ്ങോട്ടാണ് പുള്ളി ചരിഞ്ഞ് നിൽക്കുന്നത്? പുള്ളി ചരിഞ്ഞ് നിൽക്കുന്നത് ടു ദ ഈസ്റ്റേൺ സൈഡാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗർ ഏകദേശം നിങ്ങൾക്ക് വായിക്കാനൊന്നും പറ്റണ്ട, ഇന്ത്യ ആണെന്ന് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഹിമാലയം. ഓക്കെ, ഇന്ത്യ ഏഷ്യയിലേക്ക് ഇടിച്ചു കയറിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഹിമാലയം ഉണ്ടായത്. വെച്ചാൽ അതിൻ്റെ ഇടയിലൊരു കടലുണ്ടായിരുന്നു, ടെത്തീസ് സീ. ആ സീയുടെ താഴെ ഉണ്ടായിരുന്ന മണ്ണൊക്കെ കൂടി പൊക്കി എടുത്തിട്ടതാണെന്ത്, ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് അടുപ്പിക്കുമ്പോൾ മണ്ണിങ്ങനെ പൊന്തൂലേ, അങ്ങനെ പൊന്തിച്ചിട്ടാണ് ഈ ഹിമാലയം എന്ന് പറയുന്നത്. അതിനുശേഷം ഇന്ത്യൻ പ്ലേറ്റ് ഇടിച്ചാൽ കയറിയപ്പോൾ ഇടിക്കുന്ന ഭാഗം താണുപോയി. എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെ, ഓക്കെ, ഇവിടെയും മൗണ്ടൻ ആണ്. സോ ഇത്രയും ഭാഗം വലിയ കുഴി. ദിസ് ഇസ് എ ഡിപ്രഷൻ. ഓക്കെ, ഇവിടെ വലിയൊരു ഡിപ്രഷൻ ഉണ്ടായി. അതിനുശേഷം ബാക്കി ഭാഗങ്ങൾ കുഴിയുടെ ഇപ്പുറത്തേക്ക് വന്നാൽ മെല്ലെ മെല്ലെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇലവേഷൻ വരാൻ തുടങ്ങി. ഓക്കെ, ഇങ്ങോട്ട് താഴേക്ക് വരുന്നതോറും ഹൈറ്റ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഇൻക്രീസിങ് ആയിട്ടുള്ള ഹൈറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഭാഗം എന്ന് പറയുന്നത് സദേൺ എൻഡാണ്. ഇനി വേറെ പ്രത്യേകത ഞാൻ പറഞ്ഞു, മൂപ്പര് പൊന്തിയപ്പോൾ ഇങ്ങനെ കുത്തനെ പൊന്തല്ല ചെയ്ത്, ചരിവുണ്ട്. മോഹൻലാലിനെ പോലെ ചെറിയൊരു ചരിവും കൂടി പുള്ളിക്കുണ്ട്. എങ്ങോട്ടാ ചരിവ്? ഈസ്റ്റേൺ സൈഡിലേക്കാ ചരിവ്. ഈ കംപ്ലീറ്റ് പ്ലേറ്റ് നേരെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പകരം ഇങ്ങനെ ചരിഞ്ഞാൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, ചരിവ് എങ്ങോട്ടായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഒഴുകിപ്പോവും. സോ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇന്ത്യയിലെ ഒരുവിധം എല്ലാ നദികളും, ഓക്കെ, ദാറ്റ് ഈസ് ഫ്ലോയിങ് ടു ബേ ഓഫ് ബംഗാൾ. എല്ലാ നദിയും എങ്ങോട്ടാണ് ഒഴുകുക? ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകുക. എന്തുകൊണ്ടാണ് ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകുന്നത്? ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകാനൊരു കാരണമേ ഉള്ളൂ, ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ചരിവ് എങ്ങോട്ടാ? ടുവേർഡ്സ് ദി ഈസ്റ്റ് സൈഡിലേക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് എന്തുള്ളത്, ചരിവുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു ചരിവുണ്ട് മൂപ്പർക്ക്. ഇവർ നേരെ എല്ലാം നിൽക്കുന്നത് കുറച്ചിങ്ങനെ ചരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ വെള്ളം ഒഴിച്ചാലും ഇവിടെ വെള്ളം ഒഴിച്ചാലും വെള്ളമൊക്കെ എങ്ങോട്ട് ഒഴുകിപ്പോവും, ഈ ചരിവിനനുസരിച്ച് ഇങ്ങോട്ട് ഒഴുകിപ്പോവും. അതുകൊണ്ടാണ് ഒരുവിധം എല്ലാ റിവേഴ്സും, മഹാനദി, കൃഷ്ണ, തുംഗഭദ്ര, കാവേരി എല്ലാം എങ്ങോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്, ഗംഗ, എല്ലാവരും എങ്ങോട്ടാണ് പോകുന്നത്? ബേ ഓഫ് ബംഗാൾ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ജിയോളജിക്കൽ സ്ട്രക്ചർ ഉള്ളത്. ഇന്ത്യ എങ്ങനെ വന്നു? മൂപ്പര് നേരെ വന്ന് ഹൈ സ്പീഡിൽ പോയിട്ട് ആരെ ഇടിച്ചു? യുറേഷ്യൻ പ്ലേറ്റിനെ പോയി ഇടിച്ചു. ഇടിച്ച ഭാഗം താണുപോയി. ഈ ഒരു പ്രദേശത്ത് കംപ്ലീറ്റ്ലി വലിയൊരു ഡിപ്രഷനായി. ഈ ഒരു എൻ്റയർ ഏരിയ എന്താണ്? ഡിപ്രഷനാണ്. ഹിമാലയത്തോട് ചേർന്ന് താഴെ വലിയൊരു ഡിപ്രഷൻ ഉണ്ടാവുന്നു. താഴ്ഭാഗം ആ ഡിപ്രഷൻ കഴിഞ്ഞ് താഴേക്ക് പോയാൽ ഇങ്ങനെ ഉയരം കൂടി വരും. അപ്പോൾ നമ്മൾ സദേൺ എൻഡിലേക്ക് എത്തുമ്പോൾ ഈ ഭാഗമാണ് ഏറ്റവും എന്ത് ചെയ്യുന്നത്, ഉയർന്നു നിൽക്കുന്നത്. പ്ലസ് അങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിലും ഒരു ചരിവ് കൂടിയുണ്ട്. ആ ചരിവ് എങ്ങോട്ടാ? ഈസ്റ്റേൺ സൈഡിലേക്ക്. അതുകൊണ്ട് ഇവിടെ ഒഴിക്കുന്ന വെള്ളമൊക്കെ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഒഴുകിപ്പോവും. ഓക്കെ, ഈ ഒരു മോഡലാണ് ആരുള്ളത്? ഇന്ത്യ വന്ന് സെറ്റായത്.
അങ്ങനെ ഗോണ്ട്വാന ലാൻഡിൽ നിന്ന് അങ്ങ് സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് അങ്ങേ അറ്റത്ത് നിന്ന് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്ന ആളായതുകൊണ്ടുകൂടിയാണ് ഇയാളെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കണക്കാക്കുന്നത്. ഹീസ് എ സബ് കോണ്ടിനെൻ്റ് ആയിട്ടാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി അതിൽ പ്രധാനപ്പെട്ട അടുത്ത 2 സംഭവങ്ങൾ ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗം, ഈ കൊളീഷൻ നടന്ന സമയത്ത് ദിസ് റീജിയൻ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഡിപ്രഷൻ. ഇവിടെ വലിയൊരു കുഴിയായിരുന്നു. ഓക്കെ, പക്ഷേ ഈ കുഴിയിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ, ഈ കുഴി കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ ഭയങ്കര ഉയരമുള്ള മൗണ്ടൻസാണുള്ളത്. ഇടിച്ച ഭാഗം കൊഴിഞ്ഞു പോയെങ്കിലും ആ വന്ന ഇടിക്കുന്നതിന് തൊട്ട് മുമ്പ് കടലിലെ മണ്ണൊക്കെ കൂടി പൊക്കിയെടുത്തിട്ട് വലിയ മൗണ്ടൻസ് ഉണ്ടാക്കിയല്ലോ, ഹിമാലയം ഉണ്ടാക്കി. സോ ഇവിടെ വലിയ കുഴിയും ആ കുഴിയും കഴിഞ്ഞാൽ അതിനേക്കാൾ അതിഭീകരമായ ഉയരത്തിലേക്ക് വലിയ മൗണ്ടൻസുമാണ് ഉണ്ടാവുന്നത്. ആൻഡ് ഓബിയസ്ലി ഹിമാലയത്തിന് മേലെ ഗ്ലേഷ്യേഴ്സ് ഫോം ചെയ്യും. ഗ്ലേഷ്യേഴ്സിൽ നിന്ന് നദികൾ ഉത്ഭവിച്ചു, റിവേഴ്സ്. ഈ റിവേഴ്സ് ഹിമാലയത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരിക. അപ്പോൾ ഹിമാലയത്തിനെ നമുക്കറിയാം, നമ്മൾ പഠിക്കും. ഓക്കെ, ഹിമാലയം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്കത് കവർ ചെയ്യാം. ബേസിക്കലി ഇപ്പോൾ മനസ്സിലാക്കുക, ഹിമാലയം മെയിനായിട്ട് 3 വരിയായിട്ടാണ് ആരുള്ളത്, ഹിമാലയം ഉള്ളത്. അപ്പോൾ ഏറ്റവും മേലെ നിന്ന് നദി ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഈ ആൾക്കാരെയൊക്കെ കവർ ചെയ്ത് ഇവിടുത്തെ മണ്ണൊക്കെ കൊണ്ടാണ് വരിക. ഓക്കെ, അത് ഹിമാലയത്തിൽ നിന്ന് മാത്രമല്ല, ഏതൊരു നദിയിൽ നിങ്ങൾക്കറിയാം. നമ്മുടെ 2018 വെള്ളപ്പൊക്കമൊക്കെ നോക്കിയാൽ മതി. നദി വരുമ്പോൾ ഒരുപാട് മണ്ണുമായിട്ട് വരും. ഓക്കെ, 2018 ഒരുപാട് വീടൊക്കെ മണ്ണിൻ്റെ അടിയിലായിപ്പോയി. എന്തുകൊണ്ടാണ്? റിവേഴ്സ് വരുമ്പോൾ ഒരുപാട് മണ്ണും കൊണ്ട് വരും. അവർ മണ്ണ് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണല്ലോ ഡെൽറ്റയൊക്കെ ഉണ്ടാവുന്നത്. ഇവിടെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, ഈ ചൈനയുടെ ഭാഗത്തുനിന്നും ഇവിടെ നിന്നൊക്കെ ഒഴുകി വരുന്ന നദികൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ പെട്ടെന്നൊരു കുഴിയാണ്, റൈറ്റ്. ആ കുഴിയിലേക്ക് അങ്ങ് ഇറങ്ങുമ്പോൾ ഇവർ ഈ മണ്ണ് കംപ്ലീറ്റ് എവിടെ കൊണ്ടുവന്ന് തട്ടും, ഈ കുഴിയിൽ തട്ടും. വിത്ത് ടൈം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ ഡിപ്രഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ വലിയ കുഴി നികരാൻ തുടങ്ങി. കാരണം നദികൾ കൊണ്ടുവന്ന് മണ്ണിട്ട് ഫില്ലാക്കി. നമ്മൾ ഈ വയൽ പ്രദേശമൊക്കെ മണ്ണടിച്ച് എന്ത് ചെയ്യുന്നു, ലെവലാക്കുന്ന പോലെ നദികൾ വന്നിട്ട് എൻറ്റയർ പോർഷൻ ലെവൽ ചെയ്തു. നദികൾ എങ്ങനെയാണ് ലെവൽ ചെയ്തത്? വിത്ത് അലൂവിയൽ സോയിൽ. ഓക്കെ, നദികൾ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന കല്ലുകളെയും സാധനങ്ങളെയൊക്കെ ഉരുട്ടി നല്ല പെർഫെക്റ്റ് ആക്കി, നല്ല അലൂവിയൽ സോയിലാക്കി എവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു? ഈ വലിയ കുഴിയിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ കാലാന്തരത്തിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ആഫ്റ്റർ എ ലോങ് ടൈം വാട്ട് ഹാപ്പൻഡ് ഇസ് ദിസ് എൻറ്റയർ റീജിയൻ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത എൻറ്റയർ റീജിയൻ എന്ന് പറയുന്നത് ഹിമാലയത്തിൽ താഴെയുള്ള ആ ഗ്രേറ്റ് ഡിപ്രഷൻ കംപ്ലീറ്റ് എന്തായി, മണ്ണിട്ട് ലെവലായി, പ്ലെയിൻ ആയിട്ട് മാറി. ഓക്കെ, ദേ ബിക്കെയിം ദി നോർത്തേൺ പ്ലെയിൻസ്. ഇവരെയാണ് നമ്മളിന്ന് നോർത്തേൺ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യൻ കോണ്ടിനെൻറ്റിൻ്റെ ശരിക്കും താണുപോയ ഭാഗത്ത് നദികൾ കൊണ്ടിട്ട് മണ്ണ് അടിഞ്ഞടിഞ്ഞുണ്ടായതാണ് ആര്? നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്ന ഭാഗം. ഇത് പിന്നീട് സത്യത്തിൽ പറഞ്ഞാൽ ചൈനയിൽ നിന്ന് മേലെ നിന്നൊക്കെ വന്ന മണ്ണാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ നോർത്തേൺ പ്ലെയിൻസിൻ്റെ താഴെ എവിടെയെങ്കിലുമൊക്കെ പോയാലാണ് ഇന്ത്യയുടെ യഥാർത്ഥ ഷീൽഡ് അല്ലെങ്കിൽ യഥാർത്ഥ കഷ്ണം നമുക്ക് കിട്ടുള്ളൂ. എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വന്നപ്പോൾ തന്നെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കിപ്പോഴും കാണാൻ കിട്ടും. അത് എവിടെ തൊട്ട് കാണാൻ കിട്ടും ചോദിച്ചാൽ, ഇവിടം തൊട്ട് കാണാൻ കിട്ടും. ഓക്കെ, ഞാനവിടെ എല്ലാം കൂടി വരച്ച് വൃത്തികേടാക്കുന്നില്ല. ഇനി വരയ്ക്കാൻ പോകുന്ന ഭാഗം ഒരു ബ്ലാക്ക് ഇങ്കിൽ വരയ്ക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഈ ഭാഗം മുതൽ ഓക്കെ, ഈ ഡിപ്രഷൻ കഴിഞ്ഞുള്ള ഈ ഒരു ഭാഗം, ഇതാണ് സത്യത്തിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വന്ന് ഇടിച്ചു പൊന്തിയതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും ഇന്ത്യയുടെ കോർ. ഈ കോർ ഭാഗത്തെ നമ്മളൊരു പേര് വിളിക്കും ഡക്കാൻ പ്ലാറ്റു. ഓക്കെ, അതാണ് ഇന്ത്യയുടെ കോർ എന്ന് പറയുന്നത്, ഷീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ഡിപ്രഷനെ സംബന്ധിച്ചിടത്തോളം ഡിപ്രഷൻ താണു പോയ വശം നോക്കുമ്പോൾ ഉയരത്തിലാണ്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഇങ്ങനെ കാണാമല്ലോ. ഞാനിപ്പോൾ റെഡ് ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങൾ, നമ്മുടെ കേരള അടക്കുന്ന ഭാഗങ്ങൾ, ഈ ഭാഗം ശരിക്കും ഷീൽഡ് പൊന്തിയ സമയത്ത് ഷീൽഡിൻ്റെ നിന്ന് കുറേ ഭാഗങ്ങൾ ഇങ്ങനെ കുത്തനെ പൊന്നുമ്പോൾ ഇടിഞ്ഞ് താഴേക്ക് പോകുമല്ലോ. ഇടിഞ്ഞ് താഴേക്ക് പോയ ഭാഗം, ഈ ഇടിഞ്ഞ് താഴേക്ക് പോയ ഭാഗങ്ങൾ കടലിൻ്റെ അങ്ങോട്ട് ചേർന്ന് കുറച്ചും കൂടി എന്തായി, തീരപ്രദേശമായി, കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് വിളിക്കും. നമ്മൾ കടൽ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് കോസ്റ്റൽ പ്ലെയിൻസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇത് ഈ ഷീൽഡ് ഇടിച്ചങ്ങ് പൊന്തിയപ്പോൾ സൈഡിൽ നിന്നൊക്കെ പൊടിഞ്ഞു പോയ മണ്ണൊക്കെ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്, ഈ തീരപ്രദേശം ഉണ്ടായി. അത് മനസ്സിലാവാൻ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ആലോചിച്ച് നോക്കിയേ. നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്തുനിന്നോ അല്ലെങ്കിൽ കോഴിക്കോടുന്നോ എവിടെന്നെങ്കിലും കടലിൽ നിന്ന് കയറി വരികയെന്ന് വിചാരിക്കും.
കടലിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ സമുദ്രനിരപ്പിലാണല്ലോ ഉള്ളത്. ആ സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ പോകുമ്പോഴത്തേനും നമ്മൾ മലയിലെത്തും. അതായത് നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ, കടലിൽ നിന്ന് ഇങ്ങനെ കയറുകയാണെങ്കിൽ ഫ്രം വെസ്റ്റ് പടിഞ്ഞാറ് നിന്ന് ഇങ്ങനെ കയറി നമ്മൾ കടൽ നിരപ്പിലൊക്കെ എത്തി ബീച്ചിൽ നിന്ന്, ബീച്ചിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ പോകണ്ട, അപ്പോഴത്തേനും താമരശ്ശേരി ചുരവും മലയും വയനാടൊക്കെ എത്തും. വളരെ പെട്ടെന്നാണ് എന്ത് വരുന്നത്, ഇലവേഷൻ വരുന്നത്. സ്റ്റീപ്പായിട്ട് ചെത്തിയിട്ട പോലെ മലഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഉയർന്ന ഷീളിൽ നിന്നും ചെത്തിയിട്ട പോലെയാണ് നമ്മളുടെ കോസ്റ്റ് ലൈൻ ഉള്ളത്, എസ്പെഷ്യലി വെസ്റ്റേൺ സൈഡ്. ഓക്കെ, സോ ഈ റെഡിൽ ഷെയ്ഡ് ചെയ്ത കംപ്ലീറ്റ് ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം, ഇന്ത്യയുടെ കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് വിളിക്കാം. സോ ബേസിക്കലി ഇതാണ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു ഫിസിയോളജിക്കൽ സ്ട്രക്ചർ. ഇന്ത്യ വന്നു, ഏഷ്യയിൽ കൊളൈഡ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ആരുണ്ടായി? നമ്പർ 1 ഹിമാലയം ഉണ്ടായി. നമ്പർ 2 ആ ഹിമാലയത്ത് വന്ന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായ ഇടയിൽ മുൻഭാഗം ചലങ്ങി താഴേക്ക് പോയി ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായി. എക്കണോമിക് ഡിപ്രഷൻ അല്ല, കുഴി എന്നുള്ള അർത്ഥത്തിലാണ് ഡിപ്രഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. പിന്നീട് ആ കുഴി കംപ്ലീറ്റ് നദികൾ, ഗംഗ, യമുന തുടങ്ങിയിട്ടുള്ള എല്ലാ നദികളും എന്ത് ചെയ്തു, മണ്ണിട്ട് നികത്തി എന്താക്കി മാറ്റി, നോർത്തേൺ പ്ലെയിൻ ആക്കി മാറ്റി. ഓക്കെ, ആ നോർത്തേൺ പ്ലെയിൻ കഴിഞ്ഞ് താഴേക്ക് വന്നാലാണ് സദേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കോറായിട്ടുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റുക, ഷീൽഡ് ഭാഗം കാണാൻ പറ്റുക. അതാണെന്ത്, ഡെക്കാൻ പ്ലാറ്റ്. ഒരു കോണ്ടിനെന്റിന്റെ കോറായിട്ടുള്ള മെയിൻ ഭാഗത്തെ നമ്മൾ ഷീൽഡ് എന്ന് വിളിക്കുക. ഓക്കെ, സോ അതാണെന്ത്, ഡെക്കാൻ പ്ലാറ്റ്. മൂന്നാമതായിട്ട് നമുക്ക് ആരുണ്ട്, ഡെക്കാൻ പ്ലാറ്റ്. നാലാമതായിട്ട് ഡെക്കാൻ പ്ലാറ്റുവിൻ്റെ സൈഡ് ഇടിഞ്ഞുണ്ടായ, കടലിനോട് ചേർന്നുണ്ടായ കോസ്റ്റൽ പ്ലെയിൻസ്. ദെൻ ഫൈനലി ഇന്ത്യക്ക് ഒരു ഡിസ്റ്റിങ്റ്റീവായ ഫീച്ചർ കൂടിയുണ്ട്. ഈ നോർത്തേൺ പ്ലെയിനിൻ്റെ ഭാഗമായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇൻഡസ് നദിയുണ്ട്, ഇവിടെയും ഹിമാലയത്തിൻ്റെ സത്യത്തിൽ ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ സെയിം ഇടിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ മുതൽ ഈ മ്യാൻമാറിലുള്ള മലകളുണ്ടല്ലോ, ഇതൊക്കെ സത്യത്തിൽ ഒറ്റ സ്ട്രക്ചറാണ്. ഈ ആൻഡമാൻ നിക്കോബാർ വരെ ശരിക്കും ഒരു സാധനത്തിൻ്റെ ഭാഗമാണ്. ഈ ഇവിടെ നമുക്ക് സുലൈമാൻ മലനിരകളൊക്കെ കാണാം. ഓക്കെ, ഹിന്ദുക്കുഷ് മൗണ്ടൻസ്. ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് വന്ന് ഇടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഹിന്ദുക്കുഷ് മൗണ്ടൻസ് ഉണ്ടായത്, പാകിസ്ഥാൻ്റെ അപ്പുറം അഫ്ഗാനിസ്ഥാൻ ഭാഗത്ത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹിമാലയം ഉണ്ടായത്. ഈ ഹിമാലയം ഇങ്ങനെ പോയി ഇവിടെ നിന്ന് വളഞ്ഞ് മ്യാൻമാറിൽ കൂടി പോയി കടലിലേക്ക് പോലും ഹിമാലയം പോകുന്നുണ്ട്. ഈ കടലിൻ്റെ അടിയിലുണ്ട് ഹിമാലയം. അത് കുറച്ച് കഴിയുമ്പോൾ ഹിമാലയത്തിൻ്റെ ഉയരം കൂടിയ ചില സാധനങ്ങൾ കടലിൻ്റെ അടിയിൽ നിന്ന് തല പൊന്തിക്കും. അതാണ് ആൻഡമാൻ ഐലൻഡ്സ് ആയിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, സോ ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ കൊളീഷൻ നടന്നത്, ഇതിൻ്റെ താഴെയൊക്കെ മൗണ്ടൻസ് ഉണ്ടായെന്നുള്ളതൊക്കെ നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സിൽ പഠിക്കും. ബട്ട് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിക്ക് ആവശ്യം എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ത്യയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളതാണല്ലോ. സോ അത് മനസ്സിലാവാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു തന്നത് ഈ കൊളീഷൻ ഇസ് ദ ഫസ്റ്റ് തിങ്. അതിൻ്റെ ഭാഗമായി ഹിമാലയം ഉണ്ടാകുന്നു, വലിയ കുഴി ഉണ്ടാകുന്നു, കുഴിയിൽ എന്തുണ്ടാകുന്നു, നോർത്തേൺ പ്ലെയിൻസ്, മണ്ണ് നിറഞ്ഞ നോർത്തേൺ പ്ലെയിൻസ് ഉണ്ടാകുന്നു. ദെൻ ഡെക്കാൻ പ്ലാറ്റു ഉണ്ടാകുന്നു. ഡെക്കാൻ പ്ലാറ്റുവിൻ്റെ പൊന്തിയ സമയത്ത് ഡെക്കാൻ പ്ലാറ്റുവിന് എന്ത് സംഭവിക്കുന്നു, ഒരു ചെരിവ് വരുന്നു. ചെരിവ് എങ്ങോട്ടാ, വലത്തേക്ക്, ടുവേർഡ്സ് ഈസ്റ്റേൺ സൈഡ്. നേരെ നിൽക്കേണ്ടതിന് പകരം ഒന്ന് ചരിഞ്ഞിട്ടാണ് പുള്ളി നിൽക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ നദികളും എങ്ങോട്ട് പോകുന്നത്, ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകുന്നത്. ഓക്കെ, ആൻഡ് അതിൻ്റെ അവസാനം കടലിനോട് ചേർന്ന ഭാഗത്ത് മണ്ണിടിഞ്ഞിട്ട് എന്തുണ്ടാകുന്നു, കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ടാകും. ഇനി ഒരു ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയാൻ വന്നത്, ഈ ഭാഗമൊക്കെ ഡിപ്രഷൻ്റെ ഭാഗമാണല്ലോ, കാരണം ഇതൊക്കെ ഹിമാലയമാണ്. ഇപ്പോൾ ഹിമാലയത്തിൻ്റെ ഇടിച്ച ഈ ഭാഗത്തൊക്കെ വലിയ കുഴി ഉണ്ടാവണം. ഇപ്പോൾ രാജസ്ഥാൻ ഭാഗവും സത്യത്തിൽ കുഴിയുടെ ഭാഗമായിരുന്നു. ഈ രാജസ്ഥാൻ ഭാഗത്തും നദികൾ, ഇൻഡസ് അടക്കമുള്ള നദികൾ മണ്ണ് കൊണ്ടിട്ടിട്ടാണ് രാജസ്ഥാൻ ഉണ്ടായിട്ടുള്ളത്. സോ രാജസ്ഥാൻ ഇസ് ആൾസോ എ പ്ലെയിൻ. ഓക്കെ, രാജസ്ഥാൻ സത്യത്തിൽ എന്താണ്, പ്ലെയിനിൻ്റെ ഭാഗമാണ്. ഒരു കാലത്ത് പൊന്നു വളഞ്ഞിരുന്ന ഭൂമിയായിരുന്നു രാജസ്ഥാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആരവല്ലി ഹിൽസ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ഇന്നിപ്പോൾ അവിടെയൊക്കെ വച്ചപ്പോൾ ഉള്ളൂ. പക്ഷേ പണ്ട് നല്ല രീതിയിൽ കൃഷി നടന്ന ഭാഗമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഹിസ്റ്ററി നോക്കിയാൽ ഈ ഭാഗത്താണ് ഹാരപ്പൻ സിവിലൈസേഷനൊക്കെ ഉണ്ടായിരുന്നത്. ദെൻ സംതിങ് ഹാപ്പൻ. ഇപ്പോൾ നമ്മളെ ലെജൻസ് നോക്കുകയാണെങ്കിൽ സരസ്വതി നദിയുടെ കഥയുണ്ട്. ഓക്കെ, വറ്റിപ്പോയി എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്, ഭൂമിയുടെ അടിയിൽ കൂടി ഇപ്പോഴും ഒഴുകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മിത്തിക്കൽ നദിയാണ് സരസ്വതി നദി. ഇൻട്രസ്റ്റിംഗ്ലി ജിയോളജിക്കൽ സ്റ്റഡീസ് നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഈ ഭാഗത്തോടുകൂടി ദർ വാസ് എ റിവർ. ഓക്കെ, പണ്ട് ഇതുവഴി നദി ഒഴുകിയിരുന്നു, അത് വറ്റിപ്പോവാൻ കാരണം യമുന നദിയൊക്കെ ആദ്യം ഇങ്ങോട്ടാണ് ഒഴുകിയിരുന്നത്. യമുന നദിയും സിന്ധു നദിയും ഒക്കെ വഴിമായി ഒഴുകിയതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്തെ നദിയും വെള്ളമൊക്കെ അങ്ങ് വറ്റിപ്പോയി. ആൻഡ് ഇറ്റ് ബിക്കേം എ ഡെസേർട്ട്. പണ്ട് നോർത്തേൺ പ്ലെയിനിൻ്റെ, ഇന്നും നോർത്തേൺ പ്ലെയിൻ്റെ തന്നെ ഭാഗമാണ്. പക്ഷേ നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുമ്പോൾ നദികൾ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഫലഭൂയിഷ്ടമാണ് നമുക്ക് മനസ്സിലാവുക.
പക്ഷേ രാജസ്ഥാൻ റീജിയനിൽ ഉണ്ടായിരുന്ന നദികളൊക്കെ വറ്റിപ്പോയിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഡെസേർട്ടിഫിക്കേഷൻ സംഭവിച്ചു. ഇറ്റ് ബിക്കേം എ ഡെസേർട്ട്. ഇന്ത്യയുടെ എടുത്തു പറയാവുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചറാണ് രാജസ്ഥാനിലുള്ള മരുഭൂമി. ഇന്ത്യ ഹാസ് ഡെസേർട്ട്. ഇങ്ങനെ 5 ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ കമ്പോണൻസ് ആണ് ആർക്കുള്ളത്? ബേസിക്കലി ഇന്ത്യക്കുള്ളത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇന്ത്യയെ സംബന്ധിച്ച ഫാക്ട്സിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 5 ഇന്ത്യയുടെ എന്ത് ബേസിക്കലി ഇന്ത്യയുടെ ഫിസിയോളജിക്കൽ ഫീച്ചർ. ഹിമാലയാസ്, ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻസ് ഓർ നോർത്തേൺ പ്ലെയിൻസ്, പെനിൻസുലാർ പ്ലാറ്റ്യൂ, ദെൻ കോസ്റ്റൽ പ്ലെയിൻസ്, പിന്നെ 5ാമതായിട്ട് ഈ ഡെസേർട്സ് ആൻഡ് ഐലൻഡ്സ്. ഇപ്പോൾ ഡെസേർട്ട് ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ആണ്, പക്ഷേ ചെറിയ സാധനമാണ്. അതുപോലെ ദർ ആർ ഐലൻഡ്സ്, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപൊക്കെ ഇന്ത്യയുടെ ഭാഗമാണ്. അങ്ങനെ കുറച്ച് ഐലൻഡുകളും ഡെസേർട്ടും. ഇതൊക്കെയാണ് സത്യത്തിൽ ഇന്ത്യയുടെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നത്, തരം തിരിക്കാവുന്ന ഭാഗങ്ങൾ. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ജിയോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ. അടുത്തത് നമുക്കിനി തിരിച്ച് ഞാനൊരു ഇന്ത്യയെ പറ്റി ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങൾ പറഞ്ഞത്. ദെൻ ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇന്ത്യയെ പറ്റിയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ഫാക്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് ലൊക്കേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ എവിടെയാണ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം. സോ ഈ ഫാക്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ, മഗപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, മാക്സിമം ഫാക്റ്റുകൾ ഇന്ത്യയെ പറ്റി അറിഞ്ഞിരിക്കുക. ഉദാഹരണത്തിന് ഇന്ത്യ എൻ്റയർലി നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് നമുക്കറിയാം. ഇന്ത്യ ഏകദേശം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു ലൈൻ പോകുന്നുണ്ട്, അതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇപ്പം നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഡിവൈഡ് ഒരു രീതിയിൽ 2 രീതിയിൽ ശരിയാണ്. കാരണം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യ 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ആ ഭാഗത്താണ് ആരവല്ലി അല്ല, വിന്ധ്യ സത്പുര റേഞ്ചസും വരുന്നത്. ഓക്കെ, സോ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ താഴെയാണ് സൂര്യൻ ഉണ്ടാവുക, റൈറ്റ്? ഇപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മേലെ ടെമ്പറേറ്റ് റീജിയനാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ടെമ്പറേറ്റ് റീജിയൻ എന്നൊരു റീജിയൻ ഉണ്ട്. വെച്ചാൽ വെയിലടിക്കുന്നത് മെയിനായിട്ട് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും കാപ്രിക്കോണിൻ്റെ ഇടയിലാണ്. ഇതുകൊണ്ടാണ് സത്യത്തിൽ സൗത്ത് ഇന്ത്യക്കാർ കൂടുതൽ കറുത്തു പോയതും നോർത്ത് ഇന്ത്യക്കാർ കുറച്ച് വെളുത്തു പോയതും. ഓക്കെ, അത് മെയിൻലി ഈ പറയുന്ന വെയിൽ മേലെ ടെമ്പറേറ്റ് റീജിയനിൽ കുറവായതുകൊണ്ടും താഴെ കൂടുതലായതുകൊണ്ടാണ്. ഓക്കെ, സത്യത്തിൽ അപ്പോൾ ഇന്ത്യ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഡിവിഷന് പോലും കാരണം സത്യത്തിൽ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നതുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കാരണമാണ് നിറം വ്യത്യാസം ഉണ്ടാവുകയും പിന്നെ 2 പേര് 2 കൂട്ടരാണെന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടായത്. എനിവേ, കമ്മിങ് ബാക്ക്, ഇന്ത്യയുടെ പൊസിഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്, ദാറ്റ് ഇസ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യനെ ഏകദേശം ഈക്വലി 2ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ എക്സ്പാൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് അവർ എക്സ്പാൻസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നോർത്തേൺ അറ്റം എന്ന് പറയുന്നത് 36 ഡിഗ്രി 6 മിനിറ്റ്സ് ലോഞ്ചിറ്റ്യൂഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലോഞ്ചിറ്റ്യൂഡുകളും ലാറ്റിറ്റ്യൂഡുകളും അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമ്മുടെ ഇതൊരു പ്രാക്ടിക്കലി നമ്മൾ ജോഗ്രഫി സബ്ജക്ട്സ് പോർഷൻസിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ നമ്മുടെ PCM ബാച്ചിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബേസ് മുതൽ പറഞ്ഞു പോവുക ചെയ്യുക. ഓക്കെ, സോ ഇതൊരു ഇന്ത്യൻ ജോഗ്രഫിയുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ധാരണയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോകുന്നത്. ഞാനതാ പറഞ്ഞത്, ആദ്യം ഫിസിക്കൽ ജോഗ്രഫി എടുത്തിട്ട് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരും. ഓക്കെ, ഇപ്പോൾ സാധാരണഗതിയിൽ ക്ലാസ്സിൽ ലാറ്റിറ്റ്യൂഡ് എന്താണ് ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്നുള്ള ബേസിസ് ഒക്കെ എന്ത് ചെയ്യും, പഠിപ്പിച്ചു. എനിവേ, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് സിമ്പിളാണ്. നമ്മൾ ഗ്ലോബിന് ചുറ്റും കുത്തനെ വരയ്ക്കുന്ന വരകളാണ് ലോഞ്ചിറ്റ്യൂഡ്. ഹൊറിസോണ്ടലി വരയ്ക്കുന്ന, ഇക്വേറ്ററിന് പാരലായിട്ട് വരയ്ക്കുന്നതൊക്കെ ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇപ്പോൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വെച്ചിട്ടാണ് നമ്മളൊരു സാധനത്തെ എന്ത് ചെയ്യുക, പൊസിഷൻ കറക്റ്റായിട്ട് കണക്കാക്കുക. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അറ്റത്ത് 37 ഡിഗ്രി ലൈനും താഴെ 8 ഡിഗ്രി ലൈൻ്റെയും ഉള്ളിലാണ് ആരെന്നുള്ളത്, ഇന്ത്യ നിൽക്കുന്നത്. ഇപ്പുറത്ത് 97 ഡിഗ്രി ലൈനും ഇപ്പുറത്ത് 66 ഡിഗ്രി ലൈൻ്റെയും ഇടയിലാണ് ആരുള്ളത്, ഇന്ത്യ ഉള്ളത്. ഓക്കെ, സോ ഇന്ത്യയുടെ മൊത്തത്തിൽ എക്സ്പാൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 3000 കിലോമീറ്റർ വീതിയും 3000-ന് മേലെ നീളവുമുള്ള രാജ്യമാണ് ആര്, ഇന്ത്യ. ദെൻ ഇന്ത്യയിലെ സ്റ്റേറ്റ്സിൻ്റെ എണ്ണം, അതിൻ്റെ ക്യാപിറ്റൽസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ആ കൂട്ടത്തിൽ നമുക്ക് എക്സ്ട്രാ ഓർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യനെ എന്ത് ചെയ്യുന്നു, ഈക്വലായി
ഡിവൈഡ് ചെയ്യുന്നു. ആ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് UPSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറാം. ഇത്രയും സ്റ്റേറ്റ്സിൽ കൂടിയാണ് ആര് കടന്നു പോകുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകും. ഓക്കെ, അതുപോലെ തന്നെ ദർ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ലോഞ്ചിറ്റ്യൂഡ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ലാറ്റിറ്റ്യൂഡ് ആണ്. ഇതുപോലെ നമുക്കൊന്നുണ്ട്, ഒരു പ്രധാനപ്പെട്ട ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട്. ഏതാണ് ആ പ്രധാനപ്പെട്ട ലോഞ്ചിറ്റ്യൂഡ്? ആ പ്രധാനപ്പെട്ട ലോഞ്ചിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് 82 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. ഈ 82 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 82 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം മെറിഡിയനായിട്ട് എടുത്തിട്ടുള്ളത്. സോ ലോഞ്ചിറ്റ്യൂഡുകൾ വെച്ചിട്ട് എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഇന്ത്യയുടെ ബേസിക്കായിട്ട് ഇന്ത്യയിൽ നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ടൈം എന്ന് പറയുന്ന സത്യത്തിൽ 82 ഡിഗ്രി ടൈമാണ്. ഓക്കെ, റിയൽ ടൈം അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗുജറാത്തും അരുണാചൽ പ്രദേശിൻ്റെ ഏറ്റവും തമ്മിൽ ശരിക്കും 2 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അരുണാചൽ പ്രദേശിൽ രാവിലെ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞേ ശരിക്കും അവിടെ സൂര്യൻ ഉദിക്കുകയുള്ളൂ. ഗുജറാത്തിൽ സൂര്യൻ ഉദിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ ഒറ്റ രാജ്യമായതുകൊണ്ട് എല്ലാവർക്കും ഒരു ക്ലോക്ക് ഒരേ സമയം ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ഉത്തർപ്രദേശിൽ കൂടി കടന്നു പോകുന്ന 82 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ലൈക്ക് ബേസിക് ഫാക്ട്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ട്, നമുക്ക് ലാൻഡ് ലോക്ക്ഡ് ആയിട്ട് എത്ര സ്റ്റേറ്റ് ഉണ്ട്, നമ്മുടെ കോസ്റ്റൽ ലൈനിൽ കടലിനോട് ചേർത്ത സ്റ്റേറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ കുറച്ചും കൂടി നല്ലത് നമ്മൾ ഒരു ഡാറ്റാബേസ് ജസ്റ്റ് വായിച്ചു പോകുന്നത് മഗപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആക്ച്വലി നമ്മൾ മാപ്പ് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, സോ മാപ്പ് ബേസ്ഡ് ആയിട്ട് പഠിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ബേസിക്കലി നമുക്ക് എന്ത് വേണം? ഒരു ഔട്ട്ലൈൻ മാപ്പ് എടുത്തിട്ട് ഔട്ട്ലൈൻ മാപ്പിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യുക? സ്റ്റേറ്റുകളൊക്കെ വരച്ച് പഠിക്കുക. ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ ഇതുപോലെ ഒരു ഔട്ട്ലൈൻ മാപ്പ് എടുത്തിട്ട് ആ ഔട്ട്ലൈൻ മാപ്പിൽ സ്റ്റേറ്റ് ഔട്ട്ലൈനുകൾ വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ സൂം ചെയ്യുന്ന കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഗൂഗിൾ മാപ്പാണ്. ഗൂഗിൾ മാപ്പിൽ തന്നെ കേരളത്തിൻ്റെ ഒക്കെ ബോർഡർ പോകുന്നില്ല. ഇതിൻ്റെ മേലെ കൂടി എന്ത് ചെയ്താൽ മതി? നമ്മൾ വരച്ച് പഠിച്ചാലും മതി. ഓക്കെ, ഇത് വരച്ച് പഠിക്കുന്ന സമയത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കയറും. ഇപ്പോൾ കേരളം ആണെങ്കിൽ തിരുവനന്തപുരം ഉണ്ടാവും. ഒന്നും കൂടി സൂം ചെയ്താൽ കൊച്ചി സ്ഥലങ്ങളൊക്കെ കാണാം. തമിഴ്നാട്ടിൽ ഇതുപോലെ പുതുച്ചേരി, തമിഴ്നാട്, ചെന്നൈ, നെല്ലൂർ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേരൊക്കെ നമ്മുടെ മനസ്സിൽ ഈ മാപ്പ് കണ്ട് എന്ത് ചെയ്യും? കൂടുതൽ പതിയാൻ തുടങ്ങും. കാരണം ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഓരോ സ്റ്റേറ്റിൻ്റെ ബോർഡറുകളും ഓരോ സ്റ്റേറ്റിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമാണ്. ഇനി പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് അല്ലെങ്കിൽ പ്രിലിംസിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രിലിംസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. പ്രിലിംസിന് ശരിക്കും നമ്മൾ മാപ്പ് ബേസ്ഡ് ആയിട്ട് മാത്രം പഠിച്ചാൽ പോലും എന്ത് ചെയ്യും? പ്രിലിംസിന് മാർക്ക് കിട്ടും. അത് എന്താണ് കാര്യമായിട്ട് പ്രിലിംസിൽ ചോദിക്കുകയെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ നദികൾ, ആ നദികൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്ക്, അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ദെൻ പ്രധാനപ്പെട്ട മൗണ്ടൻ പീക്സ്, മൗണ്ടൻ റേഞ്ചസ്, ഇത്തരം സാധനങ്ങളും അതുപോലെ മൗണ്ടൻസിലുള്ള പാസസ്, ഇതൊക്കെയാണ് നോർമൽ വേ അല്ലെങ്കിൽ നോർമലി അല്ല സാധാരണഗതിയിൽ പ്രിലിംസിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇന്ന സ്ഥലത്ത് കൂടി പോകുന്ന നദി ഏത്, ഓക്കെ, ഇന്ന മൗണ്ടൻ്റെ ഇടയിലുള്ള പാസ് ഏത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും? സ്ഥിരമായി വരാറുണ്ട്. ഓക്കെ, സോ അതിന് ഏറ്റവും നല്ലത് നമ്മൾ മാപ്പ് ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാണ്? അത് പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് മൊത്തത്തിൽ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാപ്പ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നത്? ഇന്ത്യൻ ജോഗ്രഫി വളരെ ഈസി ആയിട്ട് ഒരു 2 ദിവസം കൊണ്ട് തീർക്കാവുന്ന എന്നുള്ളതിൻ്റെ ഒരു ഡെമോ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടു നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ, ഇത് ഇന്ത്യൻ മാപ്പാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ദിസ് ഈസ് ഇന്ത്യ. ആൻഡ് ഇന്ത്യയുടെ നമ്മളിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുന്നത് വെച്ചാൽ വി ആർ ഫോക്കസിങ് ഓൺ ദി ഹിമാലയൻ റീജിയൻ. ഞാൻ പറഞ്ഞു 5 മെയിൻ പാർട്സ് ആയിട്ട് നമുക്ക് ഇന്ത്യയെ തിരിക്കാം. ഹിമാലയാസ്, നോർത്തേൺ പ്ലേറ്റ്സ്, ഡെക്കാൻ പ്ലാറ്റ്യൂ, ദെൻ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ് ആൻഡ് ദ ഡെസേർട്സ്. ഇതാണ് ഈ 5 പാർട്ട്. അതിൽ നമ്മൾ ആദ്യം ഹിമാലയൻ ഭാഗത്തെയാണ് എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹിമാലയൻ ഭാഗത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് അവിടെ പഠിക്കേണ്ടത് ഹിമാലയൻ ഭാഗത്ത് നിന്ന് ഏതൊക്കെ നദികളുണ്ട്, ഹിമാലയത്തിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മൗണ്ടൻസ്, ഓക്കെ, ഹിമാലയത്തിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നാഷണൽ പാർക്സ്, ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പാസസ് ഏതൊക്കെ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പ്രധാനമായിട്ട് എന്താണ്? ഹിമാലയത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഹിമാലയത്തിൻ്റെ മൗണ്ടൻസ്, ഹിമാലയത്തിലെ ഇപ്പോൾ മൗണ്ടൻ സത്യത്തിൽ ഞാൻ മാർക്ക് ചെയ്തതിൽ ഹിമാലയ മാത്രമല്ല മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? താഴെയും വരുന്നുണ്ട്. കാരണം നമുക്ക്
ഹിമാലയം എന്ന രീതിയിൽ മാത്രം ആദ്യത്തെ പഠിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ മൗണ്ടൻസ് എന്ന രീതിയിലും പഠിക്കാം. പക്ഷെ എങ്ങനെ പഠിച്ചാലും നമ്മൾ മനസ്സിലാവേണ്ടത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊരു പഠനം നമുക്ക് ആവശ്യം. നമ്മൾ മൗണ്ടൻസ് മാത്രം പഠിച്ചോട്ട് കാര്യമില്ല. ആ മൗണ്ടൻസിൻ്റെ അടുത്തുകൂടി പോകുന്ന ഓരോ മൗണ്ടനിലുള്ള നദികൾ, അവിടെയുള്ള നാഷണൽ പാർക്ക്, അവിടെയുള്ള പ്രധാനപ്പെട്ട പീക്കുകൾ, അവിടെയുള്ള പാസസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചാലേ നമുക്ക് കാര്യമുള്ളൂ. ഓക്കെ, ഗിൽഗിറ്റിൻ്റെ അടുത്തുകൂടി പോകുന്ന നദി ഏതാണെന്നൊക്കെയാണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ ചോദിക്കുക. അപ്പോൾ ഗിൽഗിറ്റ് ഏതാ പ്രദേശം അറിയണം. സോ യു ഷുഡ് നോട്ട് ദ ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. ഗിൽഗിറ്റ് എവിടെയാണെന്ന് അറിയണം, ഗിൽഗിറ്റിൻ്റെ അടുത്തുള്ള നദി ഏതാണെന്ന് അറിയണം, ഇനി അവിടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട പാസ് ഉണ്ടെങ്കിൽ അതും അറിയണം. എന്നാൽ മാത്രമേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോന്നും മൗണ്ടൻ വേറെ, ഡ്രെയിനേജ് എന്ന് പറഞ്ഞ നദികൾ വേറെ, പാസസ് വേറെ, വേറെ വേറെ പഠിച്ചിട്ട് കാര്യമില്ല. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കണം. ഇൻ്റഗ്രേറ്റ് പഠിക്കാൻ ഏറ്റവും നല്ലത് മാപ്പ് ഉപയോഗിച്ച് പഠിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുള്ളത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഓക്കെ, അഥവാ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ലഡാക്ക് ആൻഡ് ജമ്മു. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മേലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ ഓരോ സ്ഥലങ്ങളായിട്ട് എന്ത് ചെയ്യാം നോക്കാം. ഫസ്റ്റ് പ്ലേസ്, ഇവിടെ നിങ്ങൾക്കൊരു മൗണ്ടൻ കാണാൻ പറ്റും. ഓക്കെ, ഏതാണ് ഈ മൗണ്ടൻ? ഈ മൗണ്ടൻ്റെ പേരാണ് നങ്കാ പർബത്ത്. നങ്കാ പർബത്ത് വരുന്നത് ഏകദേശം ഇന്നത്തെ ഇന്ത്യയുടെ കയ്യിലുള്ള കാശ്മീരിൻ്റെ അറ്റത്താണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കാശ്മീരിൻ്റെ കുറച്ച് ഭാഗമൊക്കെ നമ്മുടെ നാല് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പാകിസ്ഥാൻ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്നാണ് അറിയുന്നത്. സോ ഏകദേശം ആ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൻ്റെയും ഇന്ത്യൻ കാശ്മീരിൻ്റെയും ഒക്കെ ബോർഡർ ആയിട്ടാണ് ആര് വരുന്നത്? നങ്കാ പർബത്ത് എന്ന് പറയുന്ന പർവ്വതം വരുന്നത്. സോ നങ്കാ പർബത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നങ്കാ പർബത്തിൻ്റെ മേലെ നിങ്ങൾക്കൊരു റീജിയൻ കാണാം. ആ റീജിയൻ്റെ പേരാണ് ഗിൽഗിറ്റ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഗിൽഗിറ്റ് എന്ന റീജിയൻ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. മാർക്ക് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ മാപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ മേലെ എന്ത് ചെയ്യാൻ പറ്റില്ല, വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, സോ എനിവേ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഗിൽഗിറ്റ് റീജിയൻ കാണാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗിൽഗിറ്റ് റീജിയൻ കാണാം. ഈ ഗിൽഗിറ്റിൻ്റെയും നങ്കാ പർവ്വതത്തിൻ്റെ അടുത്ത് ദർ ഇസ് എ നാഷണൽ പാർക്ക്. ഈ നാഷണൽ പാർക്കിൻ്റെ പേരാണ് ദിയോസായി നാഷണൽ പാർക്ക്. ഓക്കെ, സോ ഈ പൊസിഷനിങ് ഒക്കെ മനസ്സിലുണ്ടാവുക. കാർഗിലിൻ്റെ തൊട്ട് മേലെ ഗിൽഗിറ്റിൻ്റെ താഴെയായിട്ടാണ് വരുന്നത് ദിയോസായി നാഷണൽ പാർക്ക് വരുന്നത്. ദിയോസായി നാഷണൽ പാർക്കിൻ്റെ തൊട്ട് മേലെയാണ് ഫേമസ് ആയിട്ടുള്ള സ്കർദു എന്നുള്ള സ്ഥലം. ഓക്കെ, അതുപോലെ പ്രധാനപ്പെട്ട വേറെ കാര്യം, ഈ ദിയോസായി നാഷണൽ പാർക്കിൽ കൂടി കടന്നു പോകുന്നൊരു നദിയുണ്ട്. ആ നദിയാണ് ഷിഗർ നദി. ഏതാണ് നദി? ഷിഗർ നദി. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട പാസ് കൂടിയുണ്ട്. ആ പാസ്സാണ് ബുർസീൽ പാസ്. ബുർസീല എന്നും പറയും. ഓക്കെ, ബുർസീലയുടെ പ്രത്യേകത നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നിന്ന് ഗിൽഗിൽ റീജിയനിൽ നിന്ന്, കാർഗിൽ നിന്ന് ഗിൽഗിൽ റീജിയനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ ബുർസീല വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പോവാൻ സാധിക്കുന്നത്. ഇതെല്ലാം വരുന്നത് ഈ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിനോട് ചേർന്ന ഭാഗത്താണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി ഇതേ കാശ്മീരിൽ ഈ ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മൗണ്ടൻ ഉണ്ട്. അതിൻ്റെ പേരാണ് മൗണ്ട് കേറ്റു. ഓക്കെ, സോ മൗണ്ട് കേറ്റു ഉണ്ട്. മൗണ്ട് കേറ്റുവിൻ്റെ കുറച്ച് മേലെയാണ്, അല്ലെങ്കിൽ ഇതിനോട് ചേർന്നിട്ടാണ് ആരുള്ളത്, സിയാച്ചിൻ പ്രദേശമുള്ളത്. ഇതാണ് അതിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലം. ഓക്കെ, ഇനി സിയാച്ചിനോട് ചേർന്ന് ഈ പറയുന്ന ഇന്ത്യയുടെ ബോർഡറിൽ, ചൈന ബോർഡറിൽ നമുക്ക് അഗെയിൻ ഒരു പ്രധാനപ്പെട്ട വേറൊരു പാസ് ഉണ്ട്. ഇതാണ് കാരക്കോരം പാസ്. സോ നമ്മൾ ഓരോ സ്റ്റേറ്റ് വൈസ് ആണ് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ സൂമിൻ ചെയ്തിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ഭാഗമാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അതുമായി ബന്ധപ്പെട്ട നദികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഐ എം ജസ്റ്റ് ആഡിങ് റിവേഴ്സ് ടു. അപ്പോൾ റിവർ കൂടി എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാവും. റിവറും കൂടി വന്നു. ഓക്കെ,
സോ റിവറും കൂടി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കാണുന്ന വലിയ നീല നദി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇൻഡസ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ലഡാക്കിൽ കൂടി വന്ന് നങ്കാ പർവ്വതത്തിൻ്റെ മേലെ കുത്തിത്തിരിഞ്ഞ് പാകിസ്ഥാനിലേക്ക് ഒഴുകി പോകുന്ന നദിയാണ് ആര്? ഇൻഡസ് നദി. ഇൻഡസിൻ്റെ മേലെ ഇവിടെ നിന്ന് ഗിൽഗിറ്റ് കാണാം. ഗിൽഗിറ്റ് ഇൻഡസിലേക്ക് വന്ന് ചേരുന്നുണ്ട്. ദെൻ ഇൻഡസിൻ്റെ കൈവഴികളായിട്ടുള്ള ബാക്കി നദികളാണ് നിങ്ങൾ പിങ്കിൽ കാണുന്നത്. സോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ ജമ്മു കാശ്മീർ പ്രദേശത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ള. ഓക്കെ, ദെൻ ദർ ഇസ് ലേ ലഡാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലേ ലഡാക്ക് ഭാഗത്ത് ദർ ഇസ് എ ഇമ്പോർട്ടൻറ്റ് പാസ്, ദാറ്റ് ഇസ് ചാംഗ്ല പാസ്. ഓക്കെ, ചാംഗ്ല പാസ് വഴിയാണ് ഈ പ്രദേശമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ലഡാക്കിനോട് ചേർന്ന് നിൽക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട പാസ്സാണ് കാർദൂം ല എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ് എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. ഓക്കെ, സോ ഒരുപാട് സ്ഥലങ്ങൾ പാസിന് പകരം നമുക്ക് ല എന്നുള്ള പേരാണ് എന്ത് ചെയ്യുക? കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുക. ഇനി ഈ ബോർഡർ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളോട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ശ്രീനഗർ ഭാഗത്തേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ശ്രീനഗറിൽ നിന്ന് കാർഗിലിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ കാർഗിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകാൻ വേണ്ട പ്രധാനപ്പെട്ടൊരു പാസ്സുണ്ട്. ഓക്കെ, ആ പാണ് സോജില. ഓക്കെ, സോജില വഴിയേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ശ്രീനഗറിൽ നിന്ന് കാർഗിലേക്ക് പോകാൻ പറ്റും. ഇനി ആ ശ്രീനഗർ ഭാഗത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്കുണ്ട്. അതാണ് ദച്ചിങ്കാം നാഷണൽ പാർക്ക്. ഓക്കെ, സോ നമ്മൾ ഏകദേശം ജമ്മു കാശ്മീരിൽ നിന്ന് താഴേക്ക് വരികയാണ്. ഇനി ജമ്മുവിൽ കുറച്ചും കൂടി നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ ശ്രീനഗറിന് താഴെയുള്ള ഭാഗങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പാസ്സാണ് പീർ പഞ്ചൽ പാസ്. ദെൻ ജമ്മു ശ്രീനഗർ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന വേറൊരു പാസ്സാണ് ബനിഹാൽ പാസ്. ഈ പാസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ജമ്മു കാശ്മീരിന്റെ താഴെ ഭാഗത്ത് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട നാഷണൽ പാർക്ക് കൂടി വരുന്നുണ്ട്. കിസ്ത്വാർ നാഷണൽ പാർക്കും അതുപോലെ ഹെമിസ് ഹൈ ആൾട്ടിറ്റ്യൂഡ് നാഷണൽ പാർക്ക്. ഇത്രയും സ്ഥലങ്ങളാണ് ബേസിക്കലി നമുക്ക് എവിടെയുള്ളത്? ബേസിക്കലി ജമ്മു കാശ്മീർ റീജിയൻ എന്ന് പറയുന്ന റീജിയനിൽ നമുക്ക് കാര്യമായിട്ട് ഉള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട നദികൾ ഓരോ ഈ മാപ്പ് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സൂം ഇൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം? ഓരോ പ്രദേശത്ത് കൂടി പോകുന്ന നദികളൊക്കെ ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ മാർക്ക് ചെയ്യണം വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ കൂടി മാർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ മാർക്ക് ചെയ്യാതിരിക്കാം. ഒരു എക്സാമ്പിളിൽ ഞാനിപ്പോൾ പ്രീവിയസ് ഇയറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു വെച്ചാൽ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 1, ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ കൂടി കടന്നു പോകുന്ന നദി ഏതാണ്? ഇതായിരുന്നു പ്രിലിംസിൽ ചോദിച്ചിരുന്ന ഒരു ചോദ്യം. ഓക്കെ, ഇപ്പോൾ പ്രിലിംസിലെ പ്രീവിയസ് ഇയർ വന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയായിരിക്കും. പക്ഷേ അടുത്ത പ്രാവശ്യം ആരെ പറ്റിയാണ് ചോദിക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഉറപ്പായിട്ട് എന്ത് ചോദിക്കും? എവിടെ കൂടിയാണ് കടന്നു പോകുന്നതെന്നും ഏത് സ്റ്റേറ്റിലാണെന്നും അവരുടെ കൂടെയുള്ള നദി ഏതാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരുന്നേ പറ്റും. ഓക്കെ, സോ ഏകദേശം ഉത്തരാഖണ്ഡ് ഭാഗത്തിൻ്റെ അടിയിലാണ് നമ്മുടെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് വരുന്നത്. അപ്പോൾ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഹിമാചൽ ഉത്തരാഖണ്ഡ് റീജിയനിലേക്ക് പോവുക. ഓക്കെ, സോ ഇവിടെ ഇത് നന്ദാദേവി പർവ്വതം. ഇതിന് താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ദിസ് ഇസ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് നിങ്ങൾ മാപ്പിലെടുത്തിട്ട് ഓക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ബോറടിച്ച് പഠിക്കുന്നതിന് പകരം ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? സൂം ഇൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ സൂം ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട സാധനങ്ങളും ഇവിടെ എന്തെങ്കിലും ഏറ്റവും അടുത്ത് ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ അടുത്തുകൂടി പോകുന്ന അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ലാഗ് വരുന്നത്. നിങ്ങളെ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം സ്പീഡുള്ള നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല, ഈ പ്രയാസമൊന്നും ഇല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ആ സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് കാണാൻ പറ്റും? ഇവിടെ ഇപ്പോൾ കാണുന്നില്ലേ ഈ ഓരോ നദികൾ കാണുന്നില്ല. കാളി നദി, ഈ ഭാഗത്തോട് കടന്നു പോകുന്ന നദി കാളി നദിയാണ് എന്ന് കാണുന്ന പോലെ തന്നെ രാംഗംഗ റിവർ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ അടുത്ത് കൂടിയാണ് കടന്നു പോകുന്നുള്ളത് കാണാൻ പറ്റും. ഇതിപ്പോൾ ആ ഭാഗം നമുക്ക് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം കയ്യിൽ നിന്ന് അങ്ങ് പോയതാണ്. ബട്ട്
ഇവിടെ നിങ്ങൾ സൂം ഇൻ ചെയ്ത് നോക്കിയാൽ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സൂം ഇൻ ചെയ്ത് നോക്കിയാൽ നിർബന്ധമായിട്ടും ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലോഡഡ് നിങ്ങൾക്ക് അവിടെ എന്ത് കാണാൻ പറ്റും? രാംഗംഗ റിവർ കാണാൻ പറ്റും. സോ നമുക്കുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ഒരു ദിവസം നമ്മൾ വെറുതെ മറ്റു കാര്യങ്ങൾ ഈ PDF വായിച്ച് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പറുകൾ ബുക്കുകളുടെ പേപ്പറൊക്കെ വായിച്ച് ബോറടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിംസിന് വേണ്ടിയിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിക്കാം? ഇന്ത്യൻ ജോഗ്രഫി പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിക്കാം. ആൻഡ് ഭൂരിഭാഗം ചോദ്യങ്ങളും നിങ്ങൾ ഈ മാപ്പ് എക്സ്പ്ലോർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ സത്യം. പക്ഷേ ഈ 4-5 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഓരോ പ്രദേശത്തും നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പ്രധാന മൗണ്ടൻ ഒരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ ആ മൗണ്ടൻ മാത്രമല്ല, മൗണ്ടൻ ഏത് ഭാഗത്ത് വരുന്നു, അതിൻ്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലം, ഇമ്പോർട്ടൻറ്റ് സിറ്റി, അതിൻ്റെ അടുത്തുള്ള നാഷണൽ പാർക്ക് കിട്ടിയാൽ നാഷണൽ പാർക്ക് കൂടി കടന്നു പോകുന്ന നദി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ എനിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് നമ്മുടെ നെറ്റ് ഒരു ലാഗ് ഉണ്ട്. ദാറ്റ്സ് വൈ ദിസ് ഹാപ്പൻഡ്. ഐ എം സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് കോസ്റ്റ്. എനിവേ, നമ്മൾ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾക്ക് പിടികിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ യു ക്യാൻ ഡു ദിസ്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, ഇവൺ ഇൻ പ്രോപ്പർ ക്ലാസ്സുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സ്പീഡിൽ പോലും പോകില്ല, കുറച്ചും കൂടി സ്ലോ ആയിട്ട് ഈ ഓരോ പ്രദേശവും, നമ്മളിപ്പോൾ ഫസ്റ്റ് ഹിമാലയമാണ് എടുക്കുന്നതെങ്കിൽ ആ ഹിമാലയം പ്രദേശത്തിലെ കംപ്ലീറ്റ് ഏരിയയും അതുവഴിയുള്ള നദികളും എവിടെ നിന്നാണ് ഓരോ നദിയും വരുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്ത് പഠിച്ച് പോവുക. ഉദാഹരണത്തിന് നമ്മൾ ശരിക്കും നദികൾ പോലും എന്ത് ചെയ്യണം? പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഏത് നദി ഏത് സൈഡിൽ കൂടി പോകുന്നു എന്ന് പറഞ്ഞത് നാഷണൽ പാർക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഗംഗ പോലെ നദികൾ എടുക്കുമ്പോൾ നമുക്കറിയാം ഗംഗ, യമുന ആർ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ്. അപ്പം ഗംഗയെ യമുനയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും ഗംഗയുടെ ഒറിജിൻ പാർട്ട് എന്ത് ചെയ്യണം? കണ്ടെത്തണം. എവിടെയാണ് ഗംഗ ഉത്ഭവിക്കുന്നത്? ഓക്കെ, ഇപ്പം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഗംഗ എവിടെ നിന്നാണ് വരുന്നത്. സോ ചില നിങ്ങൾക്ക് ഹെഡ് വാട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് മാപ്പിൽ കിട്ടില്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പുസ്തകത്തെ NCERT എന്ന് പഠിക്കണം. ഇപ്പോൾ അലകനന്ദ തുടങ്ങി ഭാഗീരഥി നദികൾ ചേർന്നിട്ടാണ് ഗംഗ വരുന്നത്. പക്ഷെ നമുക്ക് എവിടെയാണ് മാപ്പ് യൂസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ, ഈ ഗംഗ നദി നിങ്ങൾ ട്രേസ് ഔട്ട് ചെയ്താൽ നമ്മൾ നിർബന്ധമായി പഠിക്കേണ്ട കാര്യം, ഗംഗാ നദി എത്ര സ്റ്റേറ്റ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട്, ഓരോ സ്റ്റേറ്റിൽ കൂടിയും കടന്നു പോകുമ്പോൾ ഏതൊക്കെ നഗരങ്ങളാണ് മെയിനായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇപ്പോൾ യമുനയാണെങ്കിൽ, ഇപ്പോൾ യമുന നോക്കിയേ, യമുന ഇങ്ങനെ വരുന്നത് ഉത്തരാഖണ്ഡ് ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി ന്യൂഡൽഹി കൂടി കടന്ന്, ഓക്കെ, ഇതേ യമുനയാണ് ഹരിയാന ബോർഡർ നിശ്ചയിക്കുന്നത്. ഉത്തർപ്രദേശ് ഹരിയാന ബോർഡറൊക്കെ ഉണ്ടാക്കി മൂപ്പരിങ്ങനെ വരിക. ഇങ്ങനെ വന്നിട്ട് പ്രയാഗ്രാജിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഗംഗയിൽ ചേരും. ഗംഗാ നദി ഇതുപോലെ ഉത്തരാഖണ്ഡിൽ വന്ന് ഉത്തർപ്രദേശിൽ കൂടി ഇങ്ങനെ വന്ന് വാരണാസി കൂടി പോയി ബീഹാറിൽ ചാടി ഗംഗയുടെ തീരത്താണ് പാട്ന വരുന്നത്. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങനെ വന്ന് വെസ്റ്റ് ബംഗാളിൽ കയറി, വെസ്റ്റ് ബംഗാളും കഴിഞ്ഞ് ബംഗ്ലാദേശിലേക്ക് ഇങ്ങനെ പോയി ആര് പോകുന്നു? ഗംഗയും പോകുന്നു. സോ ഇതുപോലെ ഓരോ നദികളും, ഇപ്പോൾ നമ്മൾ കൈവരികൾ എടുക്കുകയാണെങ്കിൽ ഗംഗയുടെ കൈവരികൾ നമുക്ക് എന്ത് ചെയ്യാം? 2 സൈഡിലും മാർക്ക് ചെയ്യാം. മേലെ നിന്ന് വരുന്ന നദികൾ, ഓക്കെ, അതിൽ ഓരോ നദിയും ഏത് ഭാഗത്തു കൂടിയാണ് വരുന്നത്. ഇവൻ ഇപ്പുറത്ത് ബ്രഹ്മപുത്രയാണെങ്കിലും സെയിം, ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടി ബ്രഹ്മപുത്ര കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ബ്രഹ്മപുത്രയുടെ മെയിൻ കൈവരികൾ ഏതൊക്കെ, ആ കൈവരികൾ ഏത് സ്റ്റേറ്റ്സിൽ കൂടിയാണ് വരുന്നത്, അവരുടെ തീരത്ത് ഏതെങ്കിലും നാഷണൽ പാർക്കോ പ്രധാനപ്പെട്ട സിറ്റിയോ സ്ഥലങ്ങളോ ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വർക്കൗട്ട് ചെയ്യേണ്ടത്. ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് ബേസിക്കലി കൂടി വന്നാൽ 2 days ആണ്. ഓക്കെ, നമ്മൾ മൊത്തത്തിൽ സിവിൽ സർവീസിന് ഈ പ്രിലിംസിന് വേണ്ടി പഠിക്കാനിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ രീതിയിൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ലെജൻഡുകൾ ഉപയോഗിച്ച് സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് പോകാൻ വേണ്ട സമയം എന്ന് പറയുന്നത്, ഓക്കെ, കൂടി വന്നാൽ ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ മാർക്ക് ചെയ്ത് കഴിയും. ഞാൻ ആ സ്ഥലത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനും കൂടുതൽ പഠിക്കാനും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ദിവസം കൂടി എടുക്കാം. സോ ഇങ്ങനെ നിങ്ങൾ വിഷ്വലി പഠിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് മനസ്സിൽ നിന്ന് എന്ത് ചെയ്യില്ല? പോവില്ല. പിന്നെ ക്വസ്റ്റ്യൻസ് പ്രിലിംസ് വരുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ ഈ പിക്ചർ കിടക്കും. ഇപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ ഭാഗമേ എടുത്തിട്ടുള്ളൂ. ഒന്നാമത് ഒരു 1 hourൻ്റെ ഡെമോ സെഷൻ പോലെ നമ്മൾ എങ്ങനെ പഠിക്കണമെന്നറിയാനും നമ്മുടെ ഒരു ടീച്ചിങ് മെത്തഡോളജി പ്ലസ് ക്ലാസ് എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഡെമോ വെച്ചിട്ടുള്ളത്. 2 സമയം കുറവായിരുന്നു. ദെൻ ദർ വാസ് സം ലാഗ്. ഇന്ന് മാത്രം ഉണ്ടായിരുന്ന രീതിയിൽ, ഇന്ന് മാത്രമുള്ളൊരു ഇഷ്യൂ ആണ്, നമുക്ക് നെറ്റ്വർക്ക് ലാഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഭാഗമേ ഞാൻ മാപ്പ് വെച്ച് പഠിപ്പിച്ചുള്ളൂ. എന്നാൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പം നിങ്ങളോട് ഗിൽഗിറ്റ് പ്രദേശം, ഗിൽഗിറ്റ് നദി എവിടെയാണ്? ഗിൽഗിറ്റ് ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. ഗിൽഗിറ്റ് എന്ന് പറയുന്നത് ശ്രീനഗറിൻ്റെ നോർത്തിലാണോ സൗത്തിലാണോ? ഓക്കെ,
ഷിഗർ നദി ഗിൽഗിറ്റിൻ്റെ ഈസ്റ്റ് സൈഡിലാണോ ഓർ വെസ്റ്റ് സൈഡിലേക്കാണോ എന്നൊക്കെ ചോദിക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ജമ്മു കാശ്മീരിൻ്റെ സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, കുറച്ചെങ്കിലും സമയമെടുത്ത് ഒരു 10 മിനിറ്റ് എടുത്ത് നോക്കിയുള്ളൂ. ബട്ട് ഇപ്പോൾ ഗിൽഗിറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് നമുക്ക് ഒരു ഐഡിയ വരുന്നില്ലേ, എവിടെയാണ് ഗിൽഗിറ്റ്? ഗിൽഗിറ്റ് ശ്രീനഗറിൻ്റെ സൗത്താണോ നോർത്താണോ എന്ന് ചോദിച്ചാലെങ്കിലും അറ്റ്ലീസ്റ്റ് ഡോണ്ട് യു ഫീൽ യു ക്യാൻ ആൻസർ. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഒരു 5 മിനിറ്റ് മാപ്പ് എടുത്ത് വെച്ച് ആ മാപ്പിൽ ഈ പ്രദേശം ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ആ ഒരു 5 മിനിറ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ 1 മണിക്കൂർ പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ ഇഷ്യൂ വിത്ത് ദ സോഫ്റ്റ്വെയർ. ഇത് ശരിക്കും ഗൂഗിൾ മാപ്പിൻ്റെ തന്നെ സംവിധാനമാണ്, നമ്മളെ സോഫ്റ്റ്വെയർ എന്നല്ല. നിങ്ങൾക്ക് സാധനമൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി നല്ലതാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ വന്നത്. ക്ലാസ്സുകൾ നമ്മളിതൊക്കെ ഇതിനേക്കാൾ നല്ല രീതിയിൽ ഗൂഗിൾ എർത്തൊക്കെ വെച്ച് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ബട്ട് പ്രിലിംസിനെ പ്രിപ്പയർ ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സമയമൊന്നുമില്ല. യു ഹാവ് ടു പ്രിപ്പയർ ബൈ യുവർ സെൽഫ്. അപ്പം ഇങ്ങനെ പ്രിപ്പയർ ചെയ്താലുള്ള ഗുണം ഇതാണ് ഞാൻ പറഞ്ഞത്, പറയാമെന്ന കാര്യം ഇതാണ്. കാരണം ഗിൽഗിറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ ഒറ്റ പ്രാവശ്യം കണ്ടാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഓക്കെ, സോ ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്ത് ഇവിടെ നങ്കാപർവ്വത് മാർക്ക് ചെയ്ത് അതിൻ്റെ മേലെ ഗിൽഗിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യമേ നിങ്ങൾ കണ്ടിട്ടുള്ളെങ്കിൽ പോലും ക്വസ്റ്റ്യനിൽ ഗിൽഗിറ്റ് ആ പ്രീവിയസ് ഇയറിൽ പറഞ്ഞ പോലെ ഗിൽഗിറ്റ് നോർത്താണോ ശ്രീനഗറിൻ്റെ നോർത്താണോ സൗത്താണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. കാരണം നമ്മൾ മാപ്പിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഏറ്റവും മേലെയാണ് ആരുള്ളത്, ഗിൽഗിറ്റ് ഉള്ളത്. ഇപ്പോൾ ഗിൽഗിറ്റിന് താഴെയാണ് ജമ്മുവും കാശ്മീരും ശ്രീനഗറും ഒക്കെ. ഓക്കെ, സോ അത് സദേൺ ഭാഗത്താണ് എന്നുള്ളത് രണ്ടാമത് ആലോചിക്കാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിൽ എന്ത് വരും, മാപ്പ് മനസ്സിൽ വരും. ഒരു പ്രാവശ്യം നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല, നമ്മൾ ഗിൽഗിറ്റ് ഭാഗമാണ് പറഞ്ഞത്. സോ ഗിൽഗിറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ലഡാക്കും. ഹേമിസ് നാഷണൽ പാർക്ക് ലഡാക്കിൻ്റെ സൗത്തിലാണോ നോർത്തിലാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും മാപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, ലേയുടെ അടുത്താണ് ആര്, ലഡാക്ക് വരുന്നത്, അതിന് താഴെയാണ് ഹേമിസ് നാഷണൽ പാർക്ക് വരുന്നത്, താഴെയാണ് ജമ്മു കാശ്മീർ, കാർഗിലിന് താഴെയാണ് ജമ്മു കാശ്മീർ, കാർഗിലിൻ്റെ മേലെയല്ല. കാർഗിലിൻ്റെ മേലേക്ക് എന്താണ്, സ്കർദും, അതിൻ്റെ മേലെ സിയാച്ചിനുമാണ്. സിയാച്ചിൻ്റെ അടുത്താണ് ആരുള്ളത്, K2 ഉള്ളത് എന്നും. ഇനി അതുവഴി ഒരു പാസ് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം മേലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാസ്സാണ് എന്ത്, ബുർസില പാസ്. ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മളെ ടിബറ്റ്, ലഡാക്കിൽ നിന്ന് ടിബറ്റ് ഭാഗത്തേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാസ് ഉണ്ട്, അതാണ് കാരക്കോരം പാസ്. ദെൻ വേറൊരു പാസ്സുണ്ട് സസേർ പാസ്. ഇതുപോലെ തന്നെ പാസുകൾ ഇപ്പോൾ ചൈനയുമായിട്ട് ഇപ്പോൾ നമുക്ക് വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക, റൈറ്റ്. ഇപ്പോൾ ചൈനയുമായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ചൈന ഈ ടിബറ്റിൻ്റെ ഈ പ്രദേശത്തല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, അരുണാചൽ ഭാഗത്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് തന്നെ മൂപ്പര് ഏറ്റവും ആദ്യം പറയുന്നത് സിക്കിം ഭാഗം കംപ്ലീറ്റ് മൂപ്പര് കയ്യിലാക്കണം എന്നൊരു താല്പര്യം നമുക്ക് ആർക്കുള്ളതായിട്ട് അറിയാം, ചൈനയ്ക്കുള്ളതായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സിക്കിം ഭാഗത്തെ പാസുകൾക്ക്, സിക്കിമും അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് ചൈനയിലേക്ക് കണക്ഷൻ തരുന്ന ഭാഗങ്ങൾക്ക് എന്തുണ്ട്, പ്രാധാന്യമുണ്ട്. സോ അവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഉദാഹരണത്തിന് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ വളരെ ഉയരം കൂടിയ ഒരു പർവ്വതം സത്യത്തിൽ അവിടെയുണ്ട്, സിക്കിമിലുണ്ട്. വേറെ ആരുമല്ല, സാക്ഷാൽ കാഞ്ചൻജുങ്ക. ഓക്കെ, K2 കഴിഞ്ഞാൽ പിന്നെ കാഞ്ചൻജുങ്കയാണ് ഉയരത്തിൽ മുന്നിൽ. അത് നമുക്ക് സിക്കിമിലാണ് ഉള്ളത്. ഞാൻ സിക്കിമിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട 2 പാസുകൾ വരുന്നുണ്ട്. ഈ പാസുകൾ വളരെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ജലപ്ല ബോർഡറാണ്, ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് സൈന്യവും മറ്റാൾക്കാരൊക്കെ എന്ത് ചെയ്യുക, വരിക. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പാസ്സാണ് നാഥൂല. ഓക്കെ, നാഥൂല വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൈനയ്ക്ക് നോക്ക് നമ്മുടെ സിക്കിം വഴി ഇങ്ങോട്ടേക്ക് ആക്സസ് ചെയ്യാം, സൈന്യത്തിന് അതുവഴിയൊക്കെ ട്രാവൽ ചെയ്യാം. ഓക്കെ, സോ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള പേഴ്സണൽ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടാൽ നമ്മുടെ പഠിത്തം വളരെ എന്താവും, ഈസിയാവും. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ഇന്ന സ്ഥലത്ത് ഇതുണ്ടെന്നുള്ളത് നോട്ടിൽ എഴുതി പഠിക്കുന്നതിനേക്കാൾ എഫക്റ്റീവാണ് യു ഡു ദ മാപ്സ്. ഓക്കെ, ഉദാഹരണത്തിന് കാഞ്ചൻജംഗ നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബോറടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, മാപ്പ് റീവിസിറ്റ് ചെയ്യുക. ഒരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾ സൂമിൻ ചെയ്ത് നോക്കും, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും. ഓക്കെ, കാഞ്ചൻജുങ്ക നാഷണൽ പാർക്ക് ഇതിൻ്റെ തൊട്ടടുത്താണ്. ഇപ്പോൾ നാഷണൽ പാർക്കുകൾ ഒരുപാടുണ്ട്, എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയ ചില സ്ഥലങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു ലെജൻഡ് അങ്ങ് മാർക്ക് ചെയ്യുക. ഉദാഹരണത്തിന് സിംഗലീല നാഷണൽ പാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആസാം ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള നാഷണൽ പാർക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന്
മാനസ് നാഷണൽ പാർക്ക്, ഗോരുമാര നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ ജൽദാപാറ നാഷണൽ പാർക്ക്. ദെൻ ദർ ആർ ടൈഗർ റിസർവ്സ്, ബുക്സ ടൈഗർ റിസർവ്സ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ എടുത്തിട്ട് മാപ്പിൽ അങ്ങ് മാർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ മറക്കില്ല. ഓക്കെ, നമ്മൾ നോട്ടിൽ വെറുതെ എഴുതി വെക്കുന്ന പോലെയോ ടെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്സ്റ്റ് വായിക്കുന്ന പോലെയോ അല്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീകോൾ ചെയ്യാൻ പറ്റും വൺസ് യു ഡു ദ മാപ്സ്. ഇതൊരു എക്സാമ്പിൾ എടുത്തതേ ഉള്ളൂ. ഇത് ശരിക്കും നമ്മളൊരു ക്ലാസ് ആയിട്ട് എടുത്തു പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത് അറൗണ്ട് 40 hours എടുക്കേണ്ട സബ്ജക്റ്റാണ്. സോ അതിന് ഞാനതൊരു പോയിൻ്ററായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഈ രീതിയിൽ പഠിക്കാം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ ഏതൊക്കെ, ഇന്ത്യയുടെ എവിടെയാണ് 10 ഡിഗ്രി ചാനൽ വരുന്നത്, ഏതൊക്കെ സ്ട്രേറ്റുകളുണ്ട്, ഇവിടെയുള്ള ഇസ്തുമസ് ഏതാണ്, ഇവിടെയുള്ള കടലിൻ്റെ പേരെന്താണെന്നൊക്കെയുള്ളത് എഴുതി പഠിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മൗണ്ടൻസ് ഉണ്ട്, ഈ പറയുന്ന നീലഗിരി മൗണ്ടൻ എവിടെയാണ്, ഊട്ടി എവിടെയാണ്, കോയമ്പത്തൂരിനിടയിലെ പാലക്കാട് പാസ് എവിടെയാണെന്നൊക്കെ നമ്മൾ എഴുതി പഠിക്കുന്നതിന് പകരം ഏറ്റവും നല്ലത് എന്താണ്, യൂസിങ് ദി മാപ്സ്. ഒരിക്കൽ മാപ്പ് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഓർമ്മയിൽ നിന്ന് പോവില്ല. സോ ദാറ്റ്സ് അവർ സജഷൻ. ബേസിക്കലി ഒരു ജോഗ്രഫി ടീച്ചറുള്ള എൻ്റെ സജഷനും അതാണ്. ഒരിക്കലും ഈ മാപ്പൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് സാധനം എന്ത് ചെയ്യും, വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ മാപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പച്ചപ്പ് വന്നിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ഈ ഗ്യാപ്പ് എന്താ, ദാറ്റ് ഇസ് ദി പാലക്കാട് ഗ്യാപ്പ്. ഫേമസ് ആയിട്ടുള്ള പാലക്കാട് ഗ്യാപ്പ് അതാണ്, ഈ വെസ്റ്റേൺ ഗാട്സിൻ്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പ്. ഓക്കെ, സോ ഇതുപോലെ തന്നെ താൽഘാട്ട്, ബോർഘാട്ട്, ഇതൊക്കെ നിങ്ങൾ മാപ്പിൽ അങ്ങ് മാർക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ഇന്ത്യൻ ജോഗ്രഫി ബിക്കംസ് വെരി ഈസി. ഓക്കെ, സോ ഇതാണ് എനിക്ക് എസ്പെഷ്യലി നിങ്ങൾ മാപ്പ് വർക്ക് ചെയ്ത സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന കാര്യങ്ങൾ, NCERT-യിൽ കാണുന്ന കാര്യങ്ങൾ, വായിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡയറക്റ്റ്ലി മാപ്പിലേക്ക് കൺവെർട്ട് ചെയ്യുക ആൻഡ് റിവൈസ് യൂസിങ് ദി മാപ്സ്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി എന്താണ്, എളുപ്പമാണ്. ഓക്കെ, സോ ആ സമയത്ത് നമുക്ക് 9 കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ടെന്നും 9 കോസ്റ്റൽ സ്റ്റേറ്റ്സിൻ്റെ പേരുകളൊക്കെ കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ നിങ്ങളെ മനസ്സിൽ എന്ത് ചെയ്യും, നിൽക്കും. ഇപ്പോൾ കോഹിമയിൽ നിന്ന് കോട്ടയത്തേക്ക് എത്ര സ്റ്റേറ്റുകൾ കവർ ചെയ്യണമെന്നൊരു ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, നാളെ അതല്ല ചോദിക്കുക, നാളെ വേറെ ബാംഗ്ലൂരിൽ നിന്ന് എന്ത് ചെയ്യണം, നാഗ്പൂറിലേക്ക് പോകണമെങ്കിൽ എത്ര സ്റ്റേറ്റ് കവർ എന്നായിരിക്കും ചോദിക്കുക. ഇതൊക്കെ കാണാപ്പാഠം പഠിക്കാൻ നമുക്ക് പറ്റില്ല. ഇതൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ആര് വേണം, ഇന്ത്യയുടെ മാപ്പ് ഇംപ്രിൻ്റ് ആയിട്ട് ഇരിക്കണം. അപ്പം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എണ്ണി നോക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റഫ് ഷീറ്റിൽ ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ മാപ്പും വരച്ച് സ്റ്റേറ്റുകളുടെ ഒരു ഔട്ട്ലൈനും ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചു നോക്കാൻ പറ്റണം. ഓക്കെ, കോട്ടയം നിന്ന് കോഹിമയിലേക്ക് എത്തണമെങ്കിൽ എത്ര സ്റ്റേറ്റുകൾ കവർ ചെയ്യേണ്ടി വരും എന്ന് അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ദാറ്റ്സ് വൈ മാപ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഇതാണ്, ആസ് ഐ ടോൾഡ് യു, യൂസിങ് മാപ്സ്. ഓക്കെ, സോ ഈ മാപ്പ് വർക്ക് മാത്രം ചെയ്താൽ തന്നെ ഐ ക്യാൻ അഷ്വർ യു, നമ്മുടെ പ്രിലിംസിൽ ഇന്ത്യൻ ജോഗ്രഫി എന്ന് വരുന്നതിൻ്റെ 90% ക്വസ്റ്റ്യൻസും ഈ മാപ്പ് കംപ്ലീറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഈവൻ ദോ അത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും മാപ്പ് മനസ്സിലുണ്ടെങ്കിൽ യു ക്യാൻ ആൻസർ ദോസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതാണ് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ പറഞ്ഞ് ജസ്റ്റ് സ്ലിപ്പായി പോയ കാര്യമാണ്, അതുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. വി ആർ വൈൻഡിങ് അപ്പ് ദ ക്ലാസ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, ഇന്ത്യയെ പറ്റിയുള്ള ചില ഫാക്റ്റുകൾ നമ്മൾ കുറച്ച് മഗ്ഗപ്പ് ചെയ്യേണ്ട ഫാക്റ്റും ഉണ്ട് മാപ്പിന് പുറമെ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടി കടന്നു പോകുന്നു പഠിക്കാൻ എന്ന് പറഞ്ഞത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് മെറീഡിയൻ. ഓക്കെ, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെ, ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിച്ചു വയ്ക്കണം. അത് ഈ പ്രിലിംസിനല്ല, എല്ലാ പ്രിലിംസിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടിയാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ കടന്നു പോകുന്നത്, ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടിയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. അതുപോലെ മാപ്പിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ് എത്ര സ്റ്റേറ്റിൽ കൂടിയാണ് വെസ്റ്റേൺ ഗട്ട്സ് കടന്നു പോകുന്നത്, ഈസ്റ്റേൺ ഗട്ട്സിൻ്റെ പാർട്സ് ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഉള്ളത്, പ്രധാനപ്പെട്ട ലേക്സ്, ഇപ്പോൾ വൂളാർ ലേക്ക് എവിടെയാണ്, പുലിക്കാട് ലേക്ക് എവിടെയാണ്, ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നതിൻ്റെ 90% ഞാൻ പറഞ്ഞല്ലോ, യു ക്യാൻ ഡു വിത്ത് മാപ്പ് വർക്ക്സ്. 2 ദിവസമേ നിങ്ങൾക്ക് സമയം വേണ്ടൂ. ഈ 2 ദിവസം നിങ്ങൾ ഇന്നിപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ ഈ ക്ലാസ് ഒരു ഡെമോ ക്ലാസ് ആണെങ്കിൽ പോലും പ്രിലിംസും കൂടി വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ജോഗ്രഫി ചൂസ് ചെയ്തത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രിലിംസ് എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ പോലും 2 days 2 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി കൊടുക്കുക.
അതിനുവേണ്ടി വലിയ ടെക്സ്റ്റ് ബുക്കുകളും സാധനങ്ങളും ഒന്നും വായിക്കണ്ട. നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് ഇതുപോലെ എടുത്ത് എക്സ്പ്ലോർ ചെയ്യുക. 2 ദിവസം എന്ത് ചെയ്യുക, മാപ്പ് എക്സ്പ്ലോർ ചെയ്യാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഓൾറെഡി നിങ്ങൾ ഈ വർഷം എഴുതുന്നവർ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് അധിക സമയം കൊടുക്കാനില്ലാത്തത് കൊണ്ട് പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. സോ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലങ്ങളും റിവറുകളും ആ റിവറിനോട് ചേർന്ന് നിൽക്കുന്ന നഗരങ്ങളും പാസുകളും മൗണ്ടൻസും ഒക്കെ എന്ത് ചെയ്യുക, മാപ്പിൽ മാർക്ക് ചെയ്യുക. 2 ദിവസം അത് എടുത്തു നോക്കുക. ആഴ്ചയിൽ ഇനിയുള്ള ആഴ്ചകളിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ 1-2 ദിവസങ്ങളിൽ ഈ മാപ്പ് ഒന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് 97% യു വിൽ ബി ഏബിൾ ടു ആൻസർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് വി ആർ വൈൻഡിങ് അപ്പ് ദ ക്ലാസ്സസ് ഫോർ നൗ. ബട്ട് ഇന്ത്യൻ ജോഗ്രഫി നിങ്ങൾക്ക് മനസ്സിലായ പോലെ തന്നെ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇന്ത്യയുടെ ജോഗ്രഫി ആയിക്കോട്ടെ, സിവിൽ സർവീസിന് മൊത്തത്തിൽ പഠിക്കാനുള്ള ജോഗ്രഫി ആയിക്കോട്ടെ, ഇറ്റ്സ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഇതുപോലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പ്ലേറ്റ് വന്ന കഥ, സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് നോർത്തിലേക്ക് ക്രോസ് ചെയ്ത് ഏഷ്യയിൽ വന്ന് ഇടിച്ച സമയത്തുണ്ടായ വളവ്, അങ്ങനെ ഉണ്ടായ ഹിമാലയം, അതിൻ്റെ താഴെ ഇനി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പോകുമ്പോൾ മനസ്സിലാവും വോൾക്കാനോ എങ്ങനെയാണ് ഉണ്ടാവുന്നത്. ശരിക്കും സബ്ഡക്ഷൻസ് നടന്നിട്ട് ഹിമാലയത്തിൻ്റെ അപ്പുറം ശരിക്കും വേറൊരു ഹിമാലയം ഉണ്ട്, ട്രാൻസ് ഹിമാലയം. അവിടെ വോൾക്കാനോ ഉണ്ട്, പക്ഷേ ഹിമാലയത്തിൽ വോൾക്കാനോ ഇല്ല. എന്തുകൊണ്ടാണ് ഹിമാലയത്തിൽ വോൾക്കാനോ ഇല്ലാത്തത്, എന്നാൽ അപ്പുറത്തുള്ള ട്രാൻസ് ഹിമാലയത്തിൽ വോൾക്കാനോ ഉള്ളത്? ഓക്കെ, ഇവൻ ആൻഡമാൻ നിക്കോബാർ പോലും ഹിമാലയത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സോ ഇത്തരത്തിലുള്ള ഒരുപാട് രസകരമായിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ എൻ്റയർ ജോഗ്രഫി എന്ന് പറയുന്നത്. ആൻഡ് ഇൻ എ പ്രോപ്പർ ക്ലാസ്സസ് വി ക്യാൻ കവർ ദീസ് തിങ്സ്. ഓക്കെ, സോ ഏകദേശം നിങ്ങൾക്ക് ഇന്ത്യൻ ജോഗ്രഫീൻ്റെ ജസ്റ്റ് ഒരു ഐഡിയ, ഇന്ത്യൻ ഫിസിയോളജി ആൻഡ് ജിയോളജിക്കൽ സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഹാവ് എ നൈസ് ഡേ.